റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവരിലും ഉണ്ടാകും, അതിന്റെ പ്രതിഫലനങ്ങൾ അവരിലും ഉണ്ടാകും. നേരത്തെ ഇവിടെ അബ്ദുൽ മാലിക് സലഫി സൂചിപ്പിച്ച അൽ മുബാറക് എന്ന് പറയുന്ന 989 വരെ നമ്മുടെ സമസ്തകാരുടെ മുഖ്യ പത്രമായിരുന്നു അൽ മുബാറക്. മഹാനായ അലി റളിയല്ലാഹു അൻഹു അദ്ദേഹം അബുൽ ഹയ്യാദ് അൽ അസദി റളിയല്ലാഹു അൻഹുവിനെ നിയമിക്കുകയാണ്. എന്തിനാണ് നിയമിക്കുന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അലി റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ച ഒരു കാര്യമുണ്ടായിരുന്നു. എന്താണത്? എല്ലാ ഉണ്ടാക്കപ്പെട്ട രൂപങ്ങളും തകർക്കുക, ഉയർത്തപ്പെട്ട ഖബറുകൾ അത് നിരപ്പാക്കുക. ഇത് അലി റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിച്ച കാര്യമാണ്. ആ കാര്യം നിർവഹിക്കാൻ വേണ്ടി മഹാനായ അലി റളിയല്ലാഹു അൻഹു അബുൽ ഹയ്യാദ് അൽ അസദി റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിക്കുകയാണ്. നോക്കൂ നിങ്ങൾ, ഇസ്ലാമിൽ സംരക്ഷണം കൊടുത്ത, ഇസ്ലാം വലിയ കാര്യമായി പഠിപ്പിച്ച, പവിത്രതയുള്ള, മഹത്വമുള്ള, ആദരിക്കപ്പെടേണ്ട ഒരു കാര്യമായി പഠിപ്പിച്ചതാണെങ്കിൽ സഹോദരങ്ങളെ, അലി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏൽപ്പിക്കുമ്പോൾ എന്താണ് പറയേണ്ടിയിരുന്നത്? അത് പവിത്രമാക്കപ്പെട്ട ഒന്നല്ലേ, ആദരിക്കപ്പെട്ട ഒന്നല്ലേ, അത് എല്ലാ പ്രയാസങ്ങളും വന്ന് പറയാനുള്ള ഇടങ്ങളല്ലേ, ആത്മീയ കേന്ദ്രങ്ങളല്ലേ? ആ നിലക്കല്ല പ്രതികരിച്ചത്. ആ കൽപ്പന ശിരസാ വഹിക്കുകയായിരുന്നു. അബുൽ ഹയ്യാദ് അൽ അസദി റളിയല്ലാഹു അൻഹു ആ നിലക്ക് പ്രതികരിച്ചിട്ടില്ല. അബുൽ ഹയ്യാജിന്റെ ഹദീസാണ് ഇവിടെ ഉദ്ധരിക്കുന്നത്. ആ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു ഇമാമിങ്ങൾ, ആ ഖബറുകൾ ഏതാണ്? വൽ മുറാദു ബിഹി, അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഖുബൂറുൽ മുശ്രിക്കീൻ. ഖുബൂറുൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങളെ ഖബറുകളാണ് എന്ന് മഹാന്മാരായ ഇമാമിങ്ങൾ അവരെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ കഴിയും. അത് മുസ്ലിമീങ്ങളെ ഖബറല്ല, മുശ്രിക്കീങ്ങളെ ഖബറാണ്. അതിനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലി റളിയല്ലാഹുവിനെ ഏൽപ്പിച്ചതും അലി റളിയല്ലാഹു അൻഹു അബുൽ ഹയ്യാജിനോടും ഒക്കെ പറഞ്ഞത് മുശ്രിക്കീങ്ങളെ ഖബറിനെ സംബന്ധിച്ചാണെന്ന് വളരെ കൃത്യമായി ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയത് അവരെ ഗ്രന്ഥത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. ഇനി ഒരു കാര്യം ചോദിക്കാനുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേതോ സ്വഹാബത്തിൻ്റെതോ അവരെ ഖബറിന്റെ മീത്തെ ആരെങ്കിലും അല്ലെങ്കിൽ സ്വഹാബികൾ എടുപ്പുണ്ടാക്കിയിട്ടുണ്ടോ, കെട്ടിടം ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നാണ് ചോദ്യം മൗലവിയോട് ചോദിച്ചത്. ഈ പ്രസംഗിച്ച ഒരു മൗലവിക്ക് ഏതായാലും കാഴ്ചയില്ല, ബാക്കി മൗലവിമാർക്കും കാഴ്ചയില്ലേ? അള്ളാന്റെ റസൂലിന്റെ ഖബറിന്റെ മീത്തെ എടുപ്പില്ലേ? ഇല്ലേ? മദീനത്ത് പോയിട്ടില്ലേ? എടുപ്പില്ലേ? ആ എടുപ്പ് ബിൽഡിംഗ് ഉണ്ടാക്കിയത് എപ്പോഴും ഈ സൗദി ഗവൺമെന്റ് വന്നിട്ടാ? അല്ല. എവിടെയാണ് റസൂലുള്ളാഹിനെ മറമാടിയത്? ആയിഷ ബീബിന്റെ വീട്ടിന്റെ ഉള്ളിലാണ്, അഥവാ എടുപ്പിന്റെ കെട്ടിടത്തിന്റെ ഉള്ളിലാണ് റസൂലുള്ളാഹിനെ മറമാടിയത്. ഈ സർവ്വ മുജാഹിദുകൾക്കും മറുപടി ആയിട്ടാണ് സ്വഹാബത്ത് കൊണ്ട് മറമാടിയത്. റസൂലുള്ളാഹി തങ്ങളെ ഖബറിന്റെ മീത്തെ കെട്ടിടമുണ്ടായിരുന്നു. ആയിഷ ബീവിയുടെ വീടിന്റെ അകത്താണ് റസൂലുള്ളാഹിനെ മറമാടിയത്. മൗലവിമാരെ ഞാൻ ചോദിക്കട്ടെ, ഖബറിന്റെ മീത്തെ കെട്ടിടമുണ്ടാക്കുന്നത് ശിർക്കാണെങ്കിൽ ആദ്യം ആ ആയിഷ ബീവിന്റെ വീട് തകർത്തിട്ടല്ലേ റസൂലുള്ളാഹിനെ അവിടെ മറമാടേണ്ടത്? ആ വീട് തകർക്കണ്ടേ? വീട്ടിന്റെ ഒരു ഖബറിന്റെ മീത്തെ കെട്ടിടം വരുന്നത് ശിർക്കാണെങ്കിൽ, ഖബർ ആരാധനയാണെങ്കിൽ സ്വഹാബത്ത് എന്ത് ചെയ്യേണ്ടിയിരുന്നു? ആയിഷ ബീവിന്റെ വീട് നിരപ്പാക്കുക, തകർക്കുക, എന്നിട്ട് പിന്നെ അവിടെ മറമാടുക. അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? അല്ലേ? ആ കെട്ടിടം എന്തിനു വേണ്ടി സ്വഹാബത്ത് അങ്ങനെ തന്നെ നിർത്തി? ആ കെട്ടിടത്തിന്റെ ഉള്ളിലല്ലേ റസൂലുള്ളാഹിനെ മറമാടിയത്? ഖബറിന്റെ മീത്തെ ബിൽഡിംഗ് വരുന്നത് ശിർക്കാണ്, ഖബറാരാധനയാണെങ്കിൽ സ്വഹാബത്ത് എന്തുകൊണ്ട് ആയിഷ ബീവിന്റെ വീട് തകർത്തില്ല? ആദ്യം ചെയ്യേണ്ട പണി എന്താ? റസൂലുള്ളാഹിനെ മറമാടുന്നതിന് മുമ്പ് ആ വീട് പൊളിക്കുക, പൊളിച്ചിട്ട് നിരപ്പാക്കുക, എന്നിട്ട് അതിന്റെ ഉള്ളില് മറമാടുക. അതല്ലേ സ്വഹാബത്ത് ചെയ്യേണ്ടത്? ആ വീട് എന്ന് പറഞ്ഞാൽ കെട്ടിടാണ്, ബിന ആണ്. ആ കെട്ടിടത്തിനെ നിലനിർത്തിയിട്ട് തന്നെ സ്വഹാബത്ത് റസൂലുള്ളാഹിനെ മറമാടി. ശിർക്കാണോ മൗലവിമാരെ സ്വഹാബത്ത് ചെയ്തത്? സ്വഹാബത്ത് ചെയ്തത് ശിർക്കാണോ? ആയിഷ ബീവിന്റെ വീട്ടിലല്ല റസൂലുള്ളാഹിനെ മറമാടിയത് എന്ന വാദമുണ്ടോ? അല്ല, ആദ്യം ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ട് പിന്നെ മറമാടിയാൽ കുഴപ്പമില്ല, പിന്നെ ബിൽഡിംഗ് ഉണ്ടാക്കാൻ പാടില്ല എന്നാണോ നിങ്ങളെ വാദം? എന്നാ പിന്നെ നല്ല എളുപ്പമായി നമുക്ക്, അല്ലേ? ആദ്യം കെട്ടിടം ഉണ്ടാക്കുക, പിന്നെ മറമാടുക, അല്ലേ? ഫസ്റ്റ് തന്നെ എന്താക്കുക? ഒരാൾ മരിക്കുന്നതിന് മുമ്പ് തന്നെ ബിൽഡിംഗ് ഉണ്ടാക്കുക.
എന്നിട്ട് പിന്നെയും മറമാടും, കുഴപ്പമില്ലല്ലോ. കാരണം റസൂലുള്ളാഹിനെ ഉണ്ടായ ബിൽഡിങ്ങിന്റെ ഉള്ളിലല്ലേ മറമാടിയത്. അപ്പൊ ഉണ്ടായ ബിൽഡിങ്ങിൽ ആദ്യം ഉണ്ടായാൽ വഹാബിന്റെ തൗഹീദ് നാളെ ചേഞ്ച് ആവോ? കാരണം അപ്ഡേറ്റ് നടക്കുകയല്ലേ വഹാബികളിൽ. അപ്പൊ ഇനി പുതിയൊരു അപ്ഡേറ്റ് നടത്തിക്കോ. ആദ്യം ബിൽഡിംഗ് കെട്ടി പിന്നീട് ഖബർ മറമാടുകയാണെങ്കിൽ അത് കുഴപ്പമില്ല. ഖബർ ആയതിനു ശേഷം കെട്ടിടം ഉണ്ടാക്കാൻ പാടില്ല. പുതിയ തൗഹീദ് 2026 വഹാബിന്റെ പുതിയ 2026 തൗഹീദായി മാറുമോ? അപ്പോ ഉള്ള കെട്ടിടത്തിൽ മറമാടിയാൽ കുഴപ്പമില്ല, പിന്നെ ബിൽഡിംഗ് വരാൻ പാടില്ല എന്നാണോ? എന്താണ് മൗലവിമാരെ നിങ്ങളൊക്കെ കഥ? വല്ല മുഖമുണ്ടോ നിങ്ങൾക്ക്? വല്ല തലച്ചോറെങ്കിലുണ്ടോ? അള്ളാഹിന്റെ റസൂലിനെ വെല്ലുവിളിക്ക ഇവിടെ വന്നിട്ട് മൗലവി സ്വഹാബത്ത് അവർ റസൂലുള്ളാഹിന്റെ ഖബറിന്റെ മീത്ത് എടുപ്പെടുത്തിട്ടുണ്ടോ? അതിന് കണ്ണു പൊട്ടിയാൽ കാണൂല. റസൂലുള്ളാഹിന്റെ ഖബർ ബിൽഡിങ്ങിന്റെ ഉള്ളിലാണ്. ആ ഖബറിന്റെ മീത്ത് ബിൽഡിംഗ് ഉണ്ട്. സ്വഹാബത്ത് നിലനിർത്തിയിട്ടുണ്ട്. ബിൽഡിംഗ് വരുന്നത് ശിർക്കാണെങ്കിൽ ആദ്യം ആ ബിൽഡിംഗ് തകർക്കേണ്ടിയിരുന്നു. എന്തുകൊണ്ട് സ്വഹാബത്ത് ബിൽഡിംഗ് തകർത്തില്ല? മറുപടി പറയണം മൗലവിമാരെ നിങ്ങൾ ഇതിന്. അതിന് ബെബ്ബെന്ന് പറയാ, മൈക്ക് പിടിച്ചിട്ടു. ഇനിയോ മഹാന്മാർക്ക് അങ്ങനെ വ്യത്യാസം ഇല്ല എന്നാണ്. അവര് മൗലവി ആദ്യം തന്നെ ഇവര് സെറ്റിംഗ് ആയിട്ട് വന്നതാണ്. നീ ഇങ്ങനെ കേൾക്കണു, ഞാനിങ്ങനെ ചൊല്ലേ, നീ അടിച്ച പോലാക്കണു, ഞാൻ ഉൾപ്പിട്ട പോലാക്കട. ഇങ്ങനെ സെറ്റിംഗ് ആയിട്ട് ഇരിച്ചു ഒരു ഡ്രാമ കളിച്ചു. കിതാബ് ഷാഫി മദ്ഹബാണ്. ഷാഫി മദ്ഹബ് തൊടാൻ നിങ്ങൾക്ക് എന്ത് അർഹതയാണ് കൂട്ടരെ? നിങ്ങൾ തൊട്ടാ നജസ്. നിങ്ങൾ ഷാഫി മദ്ഹബ് തൊടാൻ നിങ്ങൾക്ക് എന്ത് അർഹതയുള്ളത്? നജസിന്. ഷാഫി മദ്ഹബിന്റെ കിതാബ് കയ്യിൽ പിടിക്കാൻ നിങ്ങൾക്ക് വല്ല അർഹതയുണ്ടോ? കൊട്ടം പിടിച്ചത് കിതാബ് തൊടാൻ പറ്റുമോ? ഇമാമിങ്ങൾ കിതാബ് നിങ്ങൾ പിടിക്കാൻ അർഹതയുണ്ടോ? ഭാഗ്യം വേണ്ടേ നിങ്ങൾക്ക് ഇമാമിങ്ങൾ കിതാബ് പിടിക്കാൻ? ഇതാരെ കിതാബാണ് അറിയോ? ഷാഫി മദ്ഹബിന്റെ കിതാബാ. അടുത്ത കാലക്കാരനൊന്നുമല്ല. ഇമാമുൽ ഹറമൈനിന്റെ കിതാബാണ് നിഹായത്തുൽ മത്ലബ് ഫീ ദിറായത്തിൽ മദ്ഹബ്. എപ്പോഴാണ് വഫാത്ത്? 478 വഫാത്ത്. അദ്ദേഹത്തിന്റെ നിഹായത്തുൽ മത്ലബ് എന്ന ഗ്രന്ഥത്തിന്റെ 8ാം വാള്യം നോക്കിക്കോ. അതിന്റെ 587 പേജ്, 587 പേജിൽ നോക്കിക്കോ. ഇമാമുൽ ഹറമൈനി റളിയല്ലാഹു അൻഹു പറയുന്നു, വസിയത്തിന്റെ ബാബിലാ പറയുന്നത്. എന്തിനൊക്കെ വസിയത്ത് ചെയ്യാം? സുബ്ഹാനല്ലാഹ്. ഇമാമുൽ ഹറമൈനി റളിയല്ലാഹു അൻഹു പറയുന്നു, വസിയത്തിന്റെ മസലകൾ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ട് പുണ്യകർമ്മമായ കാര്യത്തിന് വസിയത്ത് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഇമാമുൽ ഹറമൈനി പറയുന്നു. ഷാഫി ഇമാം പറഞ്ഞിട്ടുണ്ടോ? ഷാഫി ഇമാം പറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കലുണ്ട്. പള്ളിനെ ഇമാറത്ത് ചെയ്യാം എന്നതിനോട് ഇമാം ഷാഫി തങ്ങൾ ചേർത്തിട്ടുണ്ട് ഇമാറത്ത ഖുബൂരിൽ അംബിയാഇ അലൈഹിമുസ്സലാം. അംബിയാക്കളെ ഖബറുകളെ ഇമാറത്ത് ചെയ്യാമെന്നതിനെ ഇമാം ഷാഫി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇമാമുൽ ഹറമൈനി പറയുന്നത് ഇത് തെറ്റാണ് എന്നാണോ? 1000 കൊല്ലങ്ങൾക്ക് മുമ്പ് ജീവിച്ച ഇമാമുൽ ഹറമൈനി റളിയല്ലാഹു അൻഹു പറയുന്നു, വഹാദാ ഹസനുൻ, ഇത് ഏറ്റവും നല്ല കാര്യമാണ്. ഔലിയാക്കളെ ഖബറുകളെ ഇമാറത്ത് ചെയ്യുന്നത് നല്ലതാണ്. കാരണം ഫഇന്ന ഖുബൂറഹും, ഔലിയാക്കളെ ഖബറുകൾ മശാഹിദു ഖൗമിൻ, ഒരു പ്രത്യേക കൂട്ടരുടെ മശാഹിദുകളാണ്, ദർഗകളാണ്. അത് മഹാന്മാരെ ദർഗയാണ്. വഇമാറതുഹാ ഖുർബത്തുൻ, അതിനെ ഇമാറത്ത് ചെയ്യുന്നത് പുണ്യകർമ്മമാണ്. ബിദ്അത്താണ് എന്നല്ല പറയുന്നത്, ഖബർ ആരാധനയാണ് നല്ല ഇമാമിങ്ങൾ പറയുന്നത്. ഔലിയാക്കളെ ഖബർ ഇമാറത്ത് ചെയ്യുന്നത് അത് പുണ്യകർമ്മമാണ് കേട്ടോ. ഇമാമുൽ ഹറമൈനി പിന്നീട് പറയുന്നു, വകാന ശൈഖി, എന്റെ ഉസ്താദായിരുന്നു, യമീലു ഇലാ ദാലിക, ഈ അഭിപ്രായത്തിലേക്ക് ചാഞ്ഞ ആളാണ്. ഫീ ഖുബൂരി മശായിഖിൽ ഇസ്ലാമി വ ഉലമാഇദ്ദീൻ, വലിയ വലിയ മശായിഖുമാരായ ഔലിയാക്കളെ ഖബറുകളും
പണ്ഡിതന്മാരെ ഖബറുകളെ വിഷയത്തിൽ ഈ അഭിപ്രായക്കാരനാണ്. നമ്മൾ പറഞ്ഞതിന്റെ മേലെ എടുത്തിട്ട് ഏതാണ് അത് ഒരു പ്രത്യേകമായ കൂട്ടരുടെ ഖബറാണ്. വല്ലാബിതു ഫീഹി, ഇമാമുൽ ഹറമൈനി പറയുന്നു ഇതിന്റെ ലാബിത്ത്, ഇതിന്റെ നിയമം എന്താണ്? അന്ന കുല്ല ഖബറിൻ യുസാറു തഖർറുബ, ഏത് സിയാറത്ത് ചെയ്യപ്പെടുന്ന മഹാന്മാരെ ഖബറുണ്ടോ فعمارة نعشه لإدامة زيارة قربة, അവരെ ഖബറുകളെ ഇമാറത്ത് ചെയ്യുന്നത് അത് പുണ്യകർമ്മമാണ് കേട്ടോ. അത് ഖബർ ആരാധനയല്ല, അത് ഖബർ പൂജയല്ല, ഖബറിനെ ആരാധിക്കലല്ല. ഹിജ്റ 400 ജീവിച്ച മഹാനായ 478 വഫാത്തായ ഇമാമുൽ ഹറമൈനി ഈ ലോകത്തോട് പ്രഖ്യാപിക്കുമ്പോൾ ആ ഇമാമിങ്ങളെ തള്ളിയിട്ട് വിവരം കെട്ട ലക്ഷണം കെട്ട ഈ മൗലവിമാരെ പിന്നാലെ പോകാൻ ഈ നാട്ടിലെ മുസ്ലിമീങ്ങളെ കിട്ടൂല. ഒരു മാസം ദർസിൽ പോയി കിതാബോധി പഠിക്കാത്ത, ഒരു കിതാബിന്റെ പേജ് പോലും തെറ്റുകൂടാതെ വായിക്കാൻ അറിയാത്ത ലക്ഷണം കെട്ട വൃത്തികെട്ട മൗലവിമാർ അള്ളാഹുവിനെ സംബന്ധിച്ച് വിഗ്രഹമായി സങ്കൽപ്പിക്കുന്ന, അള്ളാന്റെ റസൂലിനെ സാധാരണക്കാരനാണെന്നും വിവരമില്ലാത്ത ജാഹിലാണെന്നൊക്കെ പ്രചരിപ്പിക്കുന്ന ഈ ലക്ഷണം കെട്ട മൗലവിമാരെ പിന്നാലെ പോകാൻ നമ്മുടെ നാട്ടിലെ മുസ്ലിമീങ്ങളെ കിട്ടൂല. ബുദ്ധിയുള്ള വിവരമുള്ളവരെ കിട്ടൂല. ഇത് ഇമാമീങ്ങളെ കിതാബാണ് ഞാൻ വായിക്കുന്നത്. എന്റെ വകയിലുള്ള തൊള്ളയല്ല, എന്റെ തൊള്ളബടായിയല്ല. 478 വഫാത്തായ ഇമാമുൽ ഹറമൈനിന്റെ കിതാബാണ് ഞാൻ വായിച്ചത്. എന്റെ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ, ഈ പരിപാടി ഒരു എന്തെങ്കിലും ഒരു മറുപടി പറഞ്ഞ് അല്ലെങ്കിൽ മറുപടിക്ക് മറുപടി അടിക്കടി എന്ന നിലക്ക് കേട്ട് രസിക്കാൻ ഉള്ള ഒരു പരിപാടിയായി നിങ്ങൾ കണക്കാക്കരുത്. ദീന് നിങ്ങൾ മനസ്സിലാക്കണം, സത്യം നിങ്ങൾ മനസ്സിലാക്കണം, ഇമാമിങ്ങൾ എന്ത് പഠിപ്പിച്ചു എന്ന് മനസ്സിലാക്കണം. ഞാൻ ഒരു കാര്യം ഓർമ്മപ്പെടുത്തട്ടെ, ഞാൻ ഇതൊക്കെ വായിക്കുന്നത് ഉള്ളാളെ ദർഗ എന്റെ അണ്ടറിലുള്ളത് കൊണ്ടല്ല. അവിടെ സിയാറത്തിന് വന്ന ആളുകൾ ഇടുന്ന നേർച്ചയുടെ പൈസകൾ അല്ലെങ്കിൽ അവിടെ ഇടുന്ന സദക്കയുടെ പൈസ എന്റെ പോക്കറ്റിലേക്ക് വരും എന്ന നിലക്കല്ല. ഒരു ദർഗയും എന്റെ കൈവശമില്ല, ഒരു ദർഗയുടെ ഒരു ഉറുപ്പയും എന്റെ കീശയിലേക്ക് വരുന്നില്ല. ഞാനിത് പറയുന്നത് എന്റെ ലാഭത്തിന് വേണ്ടിയല്ല. ഇമാമിങ്ങൾ എന്താണോ കിതാബിൽ എഴുതി വെച്ചത് അത് വായിക്കുകയാണ്. എന്റെ വക സ്വന്തമായി തൊള്ളപടായി ഒന്നും ഞാൻ മൗലവിമാരെ പോലെ പറഞ്ഞിട്ടില്ല. ഇമാമിങ്ങൾ എഴുതിയത് കിതാബ് നോക്കി ഞാൻ വായിച്ചു. ഞാൻ ചോദിക്കട്ടെ, ഇമാമുൽ ഹറമൈനിയാണോ സ്വീകരിക്കേണ്ടത്, അല്ല ഇന്നലെ നാലി നക്കാപ്പിച്ച മൗലവിമാരെയാണോ സ്വീകരിക്കേണ്ടത്? നിങ്ങൾ ആലോചിക്കും. നിങ്ങൾക്ക് തലച്ചോറില്ലേ? ഇല്ലേ? ബുദ്ധിയില്ലേ കൂട്ടരെ? ഇമാമിങ്ങളെ തള്ളിയിട്ട് ഈ അന്തംകമ്മി മൗലവിമാരെ പിന്നാലെ പോണ ഇനി എന്തെങ്കിലും തിരിയോ? ഈ ലാട്ടുപോട്ടു സാധനത്തിന്റെ പിന്നാലെ പോകാനുള്ള മുസ്ലിമീങ്ങൾ, ഈ അന്തംകമ്മി മൗലവിമാർ. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഞാൻ ഇന്നലെ പ്രസംഗം കാതെടുത്തപ്പോ എന്തോ ഇന്നലെ കഴിക്കേണ്ട ഗുളിക എന്തോ കഴിക്കാത്തത് പോലെയാണ് എനിക്ക് തോന്നിയത്. ഇൻഷാ അല്ലാഹ് ക്ലിപ്പൊക്കെ കേൾപ്പിക്കാൻ. എന്തോ വരുമ്പോ കർണാടക വരുമ്പോ ചിലപ്പോ മറന്നതായിരിക്കും ഗുളിക കഴിക്കാൻ. ആ നിലക്ക് വൃത്തികെട്ട വർത്തമാനങ്ങളും പരസ്പര വൈരുദ്ധ്യങ്ങളും പച്ച കളവുകളാണ് ഈ മൗലവിമാർ ഇന്നലെ ഇവിടെ വിട്ടുപോയിട്ടുള്ളത്. ഇനി കേട്ടോ, ഇമാം നവവി റളിയല്ലാഹുവിന്റെ കിതാബ്. ആരാ ഇമാമുൽ ഹറം? ഇമാം നവവി സുബ്ഹാനല്ലാഹ്, വലിയ സൂക്ഷ്മതയുടെ ഉടമയാണ്, വലിയ വറഉള്ള പണ്ഡിതനാണ് ഇമാം നവവി. ചെറിയ വറഉള്ള ആളൊന്നുമല്ല, വലിയ സൂക്ഷ്മതന്റെ പണ്ഡിതനായിരുന്നു ഇമാം നവവി റളിയല്ലാഹു അൻഹു. അദ്ദേഹം ദർസ് നടത്തുന്ന സമയത്ത് ധാരാളം മുതഅല്ലിമീങ്ങൾ ഉണ്ടായിരുന്നു. ഒരു ദിവസം ഇമാം നവവിന്റെ ദർസ് നടത്തുന്ന പള്ളിയിലേക്ക് അന്നത്തെ ഭരണാധികാരി വരുന്നു എന്ന വാർത്ത കേട്ടു. വിഷയം കിട്ടി, ഭരണാധികാരി വരുന്നു. അന്ന് ഇമാം നവവി ദർസിന് ലീവ് കൊടുത്തു, കുട്ടികൾക്ക് ലീവ് കൊടുത്തു. എന്തായിരുന്നു കാരണം? ആ ഭരണാധികാരി വരുമ്പോ ഈ 100 കണക്കിലെ മുതഅല്ലിമീങ്ങൾ എന്റെ അടുക്കൽ പഠിക്കുമ്പോൾ
ആ രാജാവിന്റെ മുന്നിൽ എന്റെ മനസ്സിൽ ഒരു തോന്നൽ വേണ്ട. ഞാൻ ഇത്രമാത്രം നൂറുകണക്കിന് മുത്തഅലിമീങ്ങൾക്ക് ദർസ് നടത്തുന്ന ഒരു മുദരിസാണ്, ഒരു ആലിമാണ് എന്ന ഒരു ചെറിയൊരു തോന്നലെങ്കിലും എന്റെ മനസ്സിൽ വന്നാലോ, ആ നിലക്കതിനെ ഭയപ്പെട്ടുകൊണ്ട് ദർസിന് ലീവ് കൊടുത്ത മഹാനാണ് ഇമാം നവവി റളിയല്ലാഹു അൻഹു. ഇമാം നവവിന്റെ മഹത്വം നിങ്ങൾ മനസ്സിലാക്കിയാൽ അത്ഭുതപ്പെട്ടു പോകും. ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഒരു കുതിരന്റെ മുകളിൽ ഇങ്ങനെ യാത്ര പോകുന്ന സമയത്ത് ഇങ്ങനെ ഇമാം സുബ്കി കുതിരപ്പുറത്ത് ഇങ്ങനെ ഇരിക്കുന്നു. കുതിരപ്പുറത്ത് ഇരുന്ന് യാത്ര പോകുന്നു. ഇങ്ങനെ കുതിര പോകുമ്പോൾ ഒരു മനുഷ്യൻ, അയാളിങ്ങനെ ഒരു വയസ്സായ ഒരാള് അയാളോട് ഇങ്ങനെ സംസാരിച്ചു പോവുകയാണ്. അയാൾ ഇങ്ങനെ നടന്നു പോകുന്നു. അങ്ങനെ സംസാരിച്ചു പോകുമ്പോൾ സംസാരത്തിന്റെ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞുപോയി, ഞാൻ ഇമാം നവവി തങ്ങളെ കണ്ടിട്ടുണ്ട്, ഇമാം നവവി തങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇത് കേട്ട ഉടനെ ഇമാം സുബ്കി തങ്ങൾ കുതിരയിൽ നിന്ന് തായോട്ടിറങ്ങുന്നു. വാഹനത്തിന്റെ മുകളിൽ ഇരുന്ന ഇമാം സുബ്കി തായോട്ടിറങ്ങി പറയുന്നു, ഇമാം നവവി തങ്ങളെ കണ്ടവരാൾ അദ്ദേഹത്തിന്റെ മുന്നിൽ കുതിരപ്പുറത്തിരുന്ന് യാത്ര ചെയ്യാൻ എനിക്ക് പറ്റൂല. ഇമാം നവവി തങ്ങളെ മുന്നിലല്ല കേട്ടോ, ഇമാം നവവി തങ്ങളെ കണ്ടാൽ മുന്നിൽ ഞാൻ കുതിരയിൽ ഇരുന്ന് യാത്ര പോകൂല നിലക്ക് ആ കുതിരയിൽ നിന്ന് പുറത്തെ തായോട്ടിറങ്ങി ഇമാം സുബ്കി റളിയല്ലാഹു അൻഹു. അപ്പോൾ ഇമാം നവവി തങ്ങൾ ആരായിരിക്കും നിങ്ങൾ ആലോചിച്ചു നോക്ക്. ചില്ലരക്കാരനാണോ? അവരൊക്കെ ദീനിൽ കടത്തി കൂട്ടിയ ആളുകളാണ്. അവർ ദീനിൽ ശിർക്ക് കടത്തി കൂട്ടിയ ആളുകളാണ്, ബിദ്അത്ത് കടത്തി കൂട്ടിയ ആളുകളാണ്. അവർക്ക് ഖുർആൻ തിരിഞ്ഞില്ല, ഹദീസ് തിരിഞ്ഞില്ല എന്നാണോ? സുബ്ഹാനല്ലാഹ്. പിന്നെ ആരിക്കാ അവിടെ ഖുർആൻ തിരിഞ്ഞത്? ഇമാം നവവി തങ്ങൾക്ക് ഖുർആൻ തിരിഞ്ഞിട്ടില്ലെങ്കിൽ ഈ ലോകത്ത് ആരിക്കാ പിന്നെ ഖുർആൻ തിരിയാ? സുബ്ഹാനല്ലാഹ്. ഒരാൾ ഇമാം നവവി തങ്ങളോട് ഇമാം ഗസാലി തങ്ങൾ കിതാബുൽ ബസീത്തിനെ പറ്റി ചർച്ച നടത്തിയപ്പോ ഇമാം നവവി തങ്ങൾ പറഞ്ഞു, എടാ ഇമാം ഗസാലിന്റെ കിതാബുൽ ബസീത്തിനെ പറ്റിയാണോ എന്നോട് ചർച്ചയാക്കുന്നത്? ആ കിതാബ് ഞാൻ 300 വട്ടം വായിച്ചിട്ടുണ്ട്. 300 വട്ടം ഞാൻ വായിച്ചിട്ടുണ്ട് ആ കിതാബ്. എന്നോടാണോ നീ ചർച്ച നടത്തുന്നത്? അതാണ് ഇമാം നവവി. സുബ്ഹാനല്ലാഹ്. അവരുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മെ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ നിലനിർത്തി തരട്ടെ. ആ ഇമാം നവവി തങ്ങളുടെ കിതാബാണ് കിതാബുൽ മജ്മൂ ശറഹുൽ മുഹദ്ദബ്. വഹാബികൾക്കൊക്കെ എന്താ, അവരൊക്കെ പുല്ലുവിലയാണ് കൽപ്പിക്കുക ഇമാമിങ്ങൾക്കൊക്കെ. എന്ത് ഇമാം നവവി? ആര് ഇമാം നവവി? ഖോജ, പാള കിതാബ്, കീറ കിതാബ് എന്നൊക്കെയാണ് ഈ കിതാബുകളൊക്കെ പരിഹസിക്കുക. കാരണം ശൈത്താനാണ്. ഇസ്തഹ്വദ അലൈഹിമുശ് ശൈത്താനു. ഇമാം സ്വാവി തങ്ങൾ അവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തിയില്ലേ, ഇസ്തഹ്വദ അലൈഹിമുശ് ശൈത്താനു. ഈ വഹാബികളുടെ മേലെ ശൈത്താൻ ആധിപത്യം ഉണ്ടാക്കിയിട്ടുണ്ട്. ഫൻസാഹും ദിക്റല്ലാഹ്. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ ഓർമ്മ അവർക്കില്ല. അള്ളാനെ മറന്ന വിഭാഗമാണ് വഹാബികൾ എന്ന് ഞാനല്ല പറയുന്നത്. ഇമാം സ്വാവി അവിടുത്തെ തഫ്സീൽ രേഖപ്പെടുത്തിയത് കാണാം. ആ ശൈത്താനിന്റെ കൂട്ടരാണ് വഹാബികൾ. അവർക്ക് എന്ത് ഇമാം നവവി, എന്ത് ഇമാമീങ്ങൾ, എന്ത് ഔലിയാക്കൽ. സുബ്ഹാനല്ലാഹ്. ആ ഇമാം നവവി തങ്ങളുടെ കിതാബാണ് കിതാബുർ റൗള. ആ റൗള നോക്കിക്കോ, അതിന്റെ 5-ാം വാള്യം 172-ാം പേജ്, 5-ാം വാള്യം 172. അതിൽ കേട്ടോ മഹാനവകൾ പറയുന്നു, മുസ്ലിമിന് അനുവദനീയമാണ്, ദിമ്മീനിക്കും അനുവദനീയമാണ് അൽ വസിയ്യത്തു, വസിയ്യത്ത് ചെയ്യൽ, ലിഇമാറത്തിൽ മസ്ജിദിൽ അഖ്സാ വഗൈരിഹി, മസ്ജിദുൽ അഖ്സ അതുപോലെ മറ്റ് പള്ളികളെ ഇമാറത്ത് ചെയ്യാൻ വസിയ്യത്ത് ചെയ്യാം. മിനൽ മസാജിദി, പള്ളികളിൽ നിന്ന്. അതുപോലെ വലി ഇമാറത്തി ഖുബൂരിൽ അംബിയാഇ വൽ ഉലമാഇ വസ്സാലിഹീൻ. അംബിയാക്കൾ, സ്വാലിഹീങ്ങൾ, ആലിമീങ്ങൾ അവരെ ഖബർ ഇമാറത്ത് ചെയ്യാൻ വസിയ്യത്ത് ചെയ്യാം. എന്തേ കാരണം? എന്തിനാണ് ഇമാറത്ത് ചെയ്യുന്നത് അറിയോ? ലിമാ ഫീഹാ മിൻ ഇഹ്യാഇ സിയാറ. ആ ഔലിയാക്കളെ ഖബറുകളെ സിയാറത്ത് ചെയ്യുക എന്ന പുണ്യകർമ്മം ഇവിടെ നിലനിർത്തലുണ്ട്. അങ്ങനെ ചെയ്താൽ ഔലിയാക്കളെ ഖബർ സിയാറത്ത് ലോകത്ത് നിലനിൽക്കും, അത് ബാക്കിയാവും. അതിനു വേണ്ടി അവർ ഖബർ ഇമാറത്ത് ചെയ്യണം. വതബറുകി ബിഹാ, ആ ഖബർ കൊണ്ട് ബറക്കത്തെടുക്കും. അതിനു വേണ്ടിയും ഉണ്ടോ? ഔലിയാക്കളെ ഖബർ കൊണ്ട്
ബറക്കത്തെടുക്കാൻ വേണ്ടി അതിനെ ഇമാറത്ത് ചെയ്യാമെന്ന് ഇമാം നവവി റളിയല്ലാഹു അൻഹു കിതാബുർ റൗള ഞാൻ ഇല്ലാത്തതാണോ വായിക്കുന്നത്? കിതാബിൽ ഇല്ലാത്തതാണോ വായിക്കുന്നത്? സാധാരണ കുടുങ്ങിപ്പോയ സാധാരണക്കാരായ സലഫികളെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. ഇമാമിങ്ങളുടെ കിതാബാണ് ഞാൻ വായിക്കുന്നത്, ഇല്ലാത്തതാണോ വായിക്കുന്നത്? ഉള്ളതാണോ? അർത്ഥം തെറ്റിച്ചാണോ പറയുന്നത്? അല്ല ശരിയായ അർത്ഥമാണോ പറയുന്നത്? നിങ്ങൾ മൗലവിമാരോട് ചോദിച്ചു നോക്ക്. നെഞ്ഞത്ത് കൈവച്ചുകൊണ്ട് അതിൽ കുടുങ്ങിയ സാധാരണക്കാരോട് ഞാൻ പറയുന്നു, നിങ്ങൾ ചിന്തിക്കണം. മൗലവിമാരുടെ വാക്ക് കേട്ട് നിങ്ങൾ കുടുങ്ങണ്ട. അവർ നിങ്ങളെ നരകത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന നല്ല ബോധം നിങ്ങൾക്കുണ്ടാകണം. ഇമാം നവവി തങ്ങൾ എപ്പോഴാ? ഇബ്നു തൈമിനേക്കാൾ മുമ്പ് ജീവിച്ച മഹാനാണ്. ഇബ്നു തൈമിനേക്കാൾ മുമ്പ് ജീവിച്ച് മരിച്ചുപോയ ആളാണ് ഇമാം നവവി റളിയല്ലാഹു അൻഹു. ആ ഇമാം നവവി തങ്ങളുടെ കിതാബിലാണ് ഞാൻ വായിച്ചത്. ഇങ്ങനെ 100 കണക്കില് കിതാബുകൾ നമുക്ക് വായിക്കാൻ കഴിയും. ഞാനിപ്പോൾ അതിലേക്കൊക്കെ വായിക്കടക്കാൻ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. ഇനി അദ്ദേഹം പറയുന്നത്, ഇമാം നവവി തങ്ങളുടെ കിതാബിന്റെ ഒരു ഇബാറത്ത് വായിച്ചു, ഒന്ന് കേൾക്കാം ഇൻഷാ അല്ലാഹ്. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി എന്താ ഖബറിനെ പറ്റി പറഞ്ഞത്? അന്ന സുന്നത അന്നൽ ഖബർ ലാ യുർഫു അലൽ അർദി റഫഅൻ കതീറ. ധാരാളമായി കുടിയർത്താൻ പാടില്ല. കാരണം ഈ ഉയർത്തപ്പെട്ട ഖബറിലൂടെയാണ് ഈ ഉമ്മത്തിലേക്ക് ശിർക്ക് വന്നിട്ടുള്ളത്. വലാ യുസന്നു ഉയർത്തപ്പെട്ട ഖബറിലാണ് ശിർക്ക് വരുന്നത്. അപ്പോ ഖബർ ഉയർത്തുമ്പോ ശിർക്ക് വരുത്രേ. എന്താണ് കൂട്ടരെ ശിർക്ക് എന്ന് പറഞ്ഞാൽ? അവര് ഖബറിനെ ഒരു അല്പം ഇങ്ങനെ പൊന്തിക്കും വരുന്ന സാധനമാണോ? അത് ശിർക്കല്ല, അത് നെയ്യപ്പം. ഇങ്ങനെ ഖബറിനെ ഇങ്ങനെ പൊന്തിക്കുമ്പോ ഇങ്ങനെ ശിർക്ക് വരിക, താഴോട്ട് നോക്കുമ്പോ ശിർക്ക് പോവുക. എന്ത് തൗഹീദാണോ ഇതൊക്കെ? നിങ്ങൾ ഖബറിനെ ഇങ്ങനെ പൊന്തിക്കുമ്പോ ശിർക്കോ? അതാ ഞാൻ നേരത്തെ ചോദിച്ചത്. ഖബറിന് ഒരു ചാണിനേക്കാൾ കൂടുതൽ അധികമായാൽ അത് ശിർക്കാണെന്ന് ഏത് ഫിഖ്ഹിന്റെ കിതാബിലാണ് പറഞ്ഞത്? അത് ഉന്നയിക്ക്. നിങ്ങളെ തൊള്ളല്ല ഇവിടെ വേണ്ടത്. ഒരു കിതാബിന്റെ ഇബാറത്ത് വായിക്കും. ഒരു ചാണിനേക്കാൾ അധികമായാൽ അത് ശിർക്കാകുന്നു, അത് കുഫറാകുന്നു. ഇന്ന കിതാബിൽ ഇന്ന ഇമാമ് പറഞ്ഞിട്ടുണ്ട്. ഉന്നയിക്ക്. ആ കേരളത്തിൽ നിന്ന് വന്നിട്ട് ഇവിടെ ബടായി വിട്ടുപോവുക. സാധുക്കൾ മുന്നിലുണ്ടല്ലോ. നമ്മളെ മൗലവിമാർ ഭയങ്കരാണ്. ഈ സാധുക്കൾക്കറിയോ ഇവന്റെ ബടായി? അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു കിതാബും വേണ്ട, ഒരു തെളിവും വേണ്ട. നമ്മളൊരു കാര്യം, ബുഖാരിയിലുണ്ടോ, ഖുർആനിലുണ്ടോ, മുസ്ലിമിലുണ്ടോ, ഇമാം ഷാഫി തങ്ങളുടെ കിതാബിലുണ്ടോ, മറ്റേ കിതാബിലുണ്ടോ? ഇവർക്കോ ഒന്നും വേണ്ട. തോന്നിയത് പറയാം. ഒരു ചാണിനേക്കാൾ അധികം ഉയർത്തിയാൽ അത് ശിർക്കാണെന്ന് ഏത് ഫിഖ്ഹിന്റെ കിതാബിൽ പറഞ്ഞിട്ടുണ്ട്? ഉന്നയിക്ക്. ഞാൻ വെല്ലുവിളിക്കുന്നു മൗലവിമാരോട്, ഒരു കിതാബ് ഹാജരാക്ക്. ഒരേ ഒരു കിതാബ്, ഫിഖ്ഹിന്റെ ഒരു കിതാബ്. ഷാഫി മദ്ഹബിന്റെ ഷാഫി മദ്ഹബിനെ പറ്റിയാണല്ലോ നിങ്ങൾ പറഞ്ഞത്. ഒരു ചാണിനേക്കാൾ അധികം ഉയർത്തിയാൽ അത് ശിർക്കാകുന്നു എന്ന് രേഖപ്പെടുത്തിയ ഷാഫി മദ്ഹബിന്റെ ഏതെങ്കിലും ഒരു കിതാബ്, തുഹ്ഫയോ നിഹായോ മുഗ്നിയോ അല്ലെങ്കിൽ ശറഹ് അഫ്ളലോ അല്ലെങ്കിൽ അസ്നുൽ മത്വാലിബോ അല്ലെങ്കിൽ ബിഗിയയോ ഏതെങ്കിലും ഒരു കിതാബ് കൊണ്ടുവാ. റൗദയോ മിൻഹാജോ മുഹററോ ശറഉൽ കബീറോ ഏത് കിതാബിലാ ഉള്ളത്? ഒരു കിതാബ് കൊണ്ടുവാ. ഒന്നുമില്ല. ബടായി വിടൽ തന്നെ മൗലവിമാർ. പിന്നെയോ അതേ പണി ഈ ഉമ്മത്ത് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കുള്ള സൂചനയാണ് മുഅ്മിനീങ്ങൾ ചെയ്യരുത് എന്ന് റസൂലുള്ളാഹി പറയാൻ. മാത്രമല്ല ഈ മഹാനായ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി എന്താ ഖബറിനെ പറ്റി പറഞ്ഞത്? അന്ന സുന്നത അന്നൽ ഖബർ ലാ യുർഫു അലൽ അർദി റഫഅൻ കതീറ. ധാരാളമായി കുടിയർത്താൻ പാടില്ല. കാരണം ഈ ഉയർത്തപ്പെട്ട ഖബറിലൂടെയാണ് ഈ ഉമ്മത്തിലേക്ക് ശിർക്ക് വന്നിട്ടുള്ളത്. വലാ യുസന്നു വയസ്തബൽ യുർഫഉ നഹ്വ ശിബ്രിൻ. ഒരു ചാണ് മാത്രം ഉയർത്താൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ശേഷം പറയാണ്, ഈ ഖബർ ഒരു ചാണ് മാത്രം ഉയർത്താൻ പാടുള്ളൂ. ഇതാണ് വഹാബിസം എന്നല്ല, ഇതാണ് വഹാബിസം. നല്ല ബടയാണ്. ഒരു ചാണിനേക്കാൾ അധികം ഉയർത്തൽ ശിർക്കാണെന്ന് എവിടെ ഉണ്ട്? അത് കൊണ്ടുവാ. ഞാൻ ബുഖാരിയിൽ നിന്ന് ഒരു സംഭവം ധരിക്കാം. ബുഖാരിയിൽ നിന്നൊരു സംഭവം ധരിക്കാം. അതിന് മറുപടി പറയണം. മറുപടി നിങ്ങൾ പറയണം. ബഹുമാനപ്പെട്ട ഖാരിജത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ, ഖാരിജത്ത് ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ ഖബർ അത് ഉയർത്തപ്പെട്ട ഇന്ന അശദ്ദനാ വസബതൻ അല്ലദീ യസിബു ഖബറ ഉസ്മാൻ ഇബ്നു മൽഊൻ. സുബ്ഹാനല്ലാഹ്.
ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തുന്നത് കാണാം. സ്വഹീഹുൽ ബുഖാരി എന്റെ കയ്യിലുണ്ട്. ആ സ്വഹീഹുൽ ബുഖാരിയിൽ 321 പേജ് 321 പേജിൽ കാണാം. ഖാരിജത്ത് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു പറയുന്നു, വറഅയ്തുനി വനഹ്നു ശുബ്ബാൻ ഫീ സമനി ഉസ്മാൻ. ഖാരിജത്ത് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു പറയാ, ഞങ്ങൾ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളുടെ കാലഘട്ടത്തിൽ ഇന്ന അശദ്ദനാ വസ്ബതൻ അല്ലദീ യസിബു ഖബ്റ ഉസ്മാൻ ഇബ്നു മൽഊൻ, ഞങ്ങളിൽ നിന്ന് ഏറ്റവും വലിയ ചാട്ടക്കാരൻ ഉസ്മാൻ ഇബ്നു മൽഊൻ റളിയല്ലാഹുവിന്റെ ഖബറിനെ ചാടിക്കടക്കുന്ന ആളായിരുന്നു. അത്രമാത്രം ഉയരമുണ്ടായിരുന്നു ഉസ്മാൻ ഇബ്നു മൽഊൻ റളിയല്ലാഹുവിന്റെ ഖബറിനിക്ക്. സ്വഹാബിന്റെ ഖബറാ. ഉസ്മാൻ ഇബ്നു മൽഊൻ റളിയല്ലാഹുവിന്റെ ഖബറിനിക്ക് അത്ര ഉയരമുണ്ടായിരുന്നു. സ്വഹീഹുൽ ബുഖാരി. ബുഖാരിയിലാണ് ഇല്ലാന്ന് പറയട്ടെ, ഇല്ലാന്ന് പറയട്ടെ, സ്വഹീഹുൽ ബുഖാരിയിലാ ഉള്ളത്. ഉസ്മാൻ ഇബ്നു മൽഊന്റെ ഖബർ ഞങ്ങൾ ഒരു ഹൈ ജമ്പ് നടത്താൻ എത്രമാത്രം ഉയരം വേണം, അത്രമാത്രം ഉയരമുണ്ടായിരുന്നു ഉസ്മാൻ ഇബ്നു മൽഊൻ റളിയല്ലാഹുവിന്റെ ഖബർ. ആരാ പറയുന്നത്? ഖാരിജത്ത് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹു. എവിടെയാ ഉള്ളത്? സ്വഹീഹുൽ ബുഖാരിയില്. സ്വഹീഹുൽ ബുഖാരിയില്. ഇനി ഇയാൾ വായിച്ചതോ? ഇവർ വായിച്ചത് ഇമാം നവവി തങ്ങളെ ശർഹ് മുസ്ലിം. ഇമാം നവവി തങ്ങളെ ശർഹ് മുസ്ലിം അതിന്റെ 42 പേജ്. അന്ന സുന്നത അന്നൽ ഖബ്റ ലാ യുർഫഉ അലൽ അർളി റഫ്അൻ കസീറാ. ഖബർ അവിടെ മഹാന്മാരെ ഖബർ എന്ന് പറഞ്ഞിട്ടില്ല, മഹാന്മാരെ ഖബർ എന്ന് പറഞ്ഞിട്ടില്ല. സാധാരണ ഖബർ അത് റഫ്അൻ കസീറാ, ധാരാളം ഉയർത്തരുത് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിന്റെ അർത്ഥം അത് ഉയർത്തിയാൽ ശിർക്കാകുന്നല്ല, ഉയർത്തിയാൽ ശിർക്കാകുന്നല്ല, ഉയർത്തിയാൽ കറാഹത്തേ ആവുള്ളൂ, ഉയർത്തിയാൽ കറാഹത്തേ ആവുള്ളൂ. ഖബറാരാധന ആവൂല, ശിർക്കാകൂല, ഖബറിന് പൂജിക്കലും ആവൂല. അത് തന്നെ ഒരു സാധാരണക്കാരന്റെ ഖബറിനെ പറ്റിയ, മഹാന്മാരുടെ ഖബറിനെ പറ്റി അല്ല. അപ്പൊ മഹാന്മാരുടെ ഖബറുകളൊക്കെ ഇമാറത്ത് ചെയ്യാമെന്ന് മഹാന്മാർ നേരത്തെ പറഞ്ഞ് ഞാൻ വായിച്ചു കഴിഞ്ഞു. അപ്പോ ആ നിലക്കുള്ള ബഡായികളൊന്നും ഇവിടെ നടപ്പിലാകൂല എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇനി കിതാബുൽ ഉമ്മിന്റെ ഇബാറത്ത് അദ്ദേഹം വായിക്കുന്നു. ഇനി നോക്കൂ, നിങ്ങൾ ഷാഫിഈ മദ്ഹബിൽപ്പെട്ടവരാണ്, ഷാഫിഈ മദ്ഹബ് അനുസരിച്ചാണ് ഞങ്ങൾ പോകുന്നത് എന്ന് ഉസ്താദുമാർ പറയാറുണ്ട്, അത് ആവർത്തിച്ച് പറയാറുണ്ട്, അതിനുവേണ്ടി പ്രത്യേക പ്രമേയങ്ങൾ പാസാക്കാറുണ്ട്. എന്നാൽ അൽ ഉമ്മി എന്ന ഗ്രന്ഥത്തിൽ ഇമാം ഷാഫിഈ റഹിമഹുല്ലാ പ്രത്യേകം പറഞ്ഞ ഒരു കാര്യം നോക്കൂ നിങ്ങൾ. വഖദ് റഅയ്തു മിനൽ ഉലാതി ബിമക്ക, മക്കയിലുണ്ടായിരുന്ന ഭരണാധികാരികൾ യഹ്ദിമു മാ ബുനിയ മിൻഹാ, ഖബറുകൾക്ക് മേൽ എടുപ്പുണ്ടാക്കപ്പെട്ട നിർമ്മിക്കപ്പെട്ട കാര്യങ്ങൾ ഒഴിവാക്കാൻ, അത് മാറ്റാൻ അവർ കൽപ്പിച്ചിരുന്നു എന്നാണ്. ഫലം അറൽ ഫുഖഹാ യഈബൂന ദാലിക, ഫുഖഹാക്കൾ ആ കാലത്തുണ്ടായിരുന്ന പണ്ഡിതന്മാർ അതിനെ എതിർത്തതായി ഞാൻ കണ്ടില്ല എന്ന് ഇമാം ഷാഫിഈ റഹിമഹുള്ളയാണ് പഠിപ്പിക്കുന്നത്. ഇമാം നവവി റഹിമഹുള്ള ശറഹ് മുസ്ലിമിൽ ഒന്നും കൂടി കേൾപ്പിക്കുക, ഒന്നും കൂടി അതേ പറഞ്ഞു. നിങ്ങൾ ഷാഫിഈ മദ്ഹബിൽപ്പെട്ടവരാണ്, ഷാഫിഈ മദ്ഹബ് അനുസരിച്ചാണ് ഞങ്ങൾ പോകുന്നത് എന്ന് ഉസ്താദുമാർ പറയാറുണ്ട്, അത് ആവർത്തിച്ച് പറയാറുണ്ട്, അതിനുവേണ്ടി പ്രത്യേക പ്രമേയങ്ങൾ പാസാക്കാറുണ്ട്. എന്നാൽ അൽ ഉമ്മി എന്ന ഗ്രന്ഥത്തിൽ ഇമാം ഷാഫിഈ റഹിമഹുല്ലാ പ്രത്യേകം പറഞ്ഞ ഒരു കാര്യം നോക്കൂ നിങ്ങൾ. വഖദ് റഅയ്തു മിനൽ ഉലാതി ബിമക്ക, മക്കയിലുണ്ടായിരുന്ന ഭരണാധികാരികൾ യഹ്ദിമു മാ ബുനിയ മിൻഹാ, ഖബറുകൾക്ക് മേൽ എടുപ്പുണ്ടാക്കപ്പെട്ട നിർമ്മിക്കപ്പെട്ട കാര്യങ്ങൾ ഒഴിവാക്കാൻ, അത് മാറ്റാൻ അവർ കൽപ്പിച്ചിരുന്നു എന്നാണ്. ഫലം അറൽ ഫുഖഹാ യഈബൂന ദാലിക, ഫുഖഹാക്കൾ ആ കാലത്തുണ്ടായിരുന്ന പണ്ഡിതന്മാർ അതിനെ എതിർത്തതായി ഞാൻ കണ്ടില്ല എന്ന് ഇമാം ഷാഫിഈ റഹിമഹുള്ളയാണ് പഠിപ്പിക്കുന്നത്. ഇമാം നവവി റഹിമഹുല്ല ശറഹ് മുസ്ലിമിൽ ഇതുമായി എന്നാണ് പറയുന്നത്. വഖദ് റഅയ്തു മിനൽ ഉലാതി, ഭരണാധികാരികളിൽ നിന്ന് ഞാൻ കണ്ടിട്ടുണ്ട്. മൻ യഹ്ദിമു ബിമക്കത, മക്കയിൽ ഞാൻ തകർക്കുന്നത് കണ്ടിട്ടുണ്ട്. മാ യുബ്നാ ഫീഹാ, ആ മഖ്ബറകളിൽ അല്ലെങ്കിൽ ആ മക്കയിൽ അവിടെയുള്ള മഖ്ബറകളിൽ ഖബർസ്ഥാനിയിൽ ഉള്ള കെട്ടിടങ്ങളെ തകർക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ മൗലവി, ഇത് ഖബറിന്റെ മീത്തുള്ള എടുപ്പാണെന്ന് ആര് പറഞ്ഞു? ഖബറിന്റെ മീത്ത് എന്താണ് ഫിഖഹിന്റെ നിയമം? ഖബർസ്ഥാനി രണ്ട് വിധമുണ്ട്. ഒന്ന് മൗഖൂഫായത് അല്ലെങ്കിൽ മുസബ്ബലത്തായത്, വഖഫ് ചെയ്യപ്പെട്ട മറമാടാൻ വഖഫ് ചെയ്യപ്പെട്ട ഖബർസ്ഥാനി, അല്ലെങ്കിൽ പണ്ട് മുതൽക്ക് തന്നെ മറമാടിക്കൊണ്ടുവരുന്നു മുസ്ലിമീങ്ങൾ, അതിനാണ് മുസബ്ബലത്ത് എന്നൊക്കെ പറയുന്നത്.
മറ്റൊന്ന് സ്വന്തം സ്ഥലത്തിലുള്ള ഖബർസ്ഥാനി, ഏതെങ്കിലും ഒരാൾക്ക് ഉടമയിൽപ്പെട്ട സ്ഥലത്തുള്ള ഖബർസ്ഥാൻ. ഇങ്ങനെ രണ്ട് വിധമുണ്ട്. എന്നാൽ പൊതു ഖബർസ്ഥാനിൽ അവിടെ ഖബറടക്കുക എന്നതല്ലാത്ത ബാക്കി ഒന്നും അവിടെ ചെയ്യാൻ പാടില്ല എന്നാ. അവിടെ പള്ളി കെട്ടാനും പാടില്ല. ഖബറിന് മറമാടാൻ വേണ്ടി വഖഫ് ചെയ്യപ്പെട്ട ഭൂമിയാണോ, അവിടെ പള്ളി ഉണ്ടാക്കാനും പറ്റൂല. ദർഗ പോകട്ടെ, പള്ളി ഉണ്ടാക്കാൻ പറ്റൂല, മദ്രസ ഉണ്ടാക്കാനും പറ്റൂല, കൃഷി ചെയ്യാനും പറ്റൂല, അങ്ങാടിക്കട്ട കോംപ്ലക്സ് ഉണ്ടാക്കാനും പറ്റൂല. എന്തേ? അത് മറമാടാൻ വേണ്ടി നീക്കി വെച്ച വഖഫ് ചെയ്യപ്പെട്ട ഭൂമിയാണ്. അവിടെ അങ്ങാടിയോ ഷോപ്പുകളോ വീടോ അല്ലെങ്കിൽ മദ്രസയോ സ്ഥാപനങ്ങളോ ഒന്നും അവിടെ ഉണ്ടാക്കാൻ പറ്റൂല. കൃഷി വരെ ചെയ്യാൻ പാടില്ല. അപ്പൊ അവിടെ ഖബർസ്ഥാനിൽ വല്ല ബിൽഡിങ്ങുകൾ ഉണ്ടെങ്കിലോ അങ്ങാടിയോ വീടോ സ്ഥാപനമോ വല്ലതുണ്ടെങ്കിൽ അതിനെ തകർക്കണം. ഇവിടെ ആ ഖബർസ്ഥാനിയിലുള്ള കെട്ടിടങ്ങൾ തകർത്തത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞാൽ അത് ഖബറിന്റെ മീത്തുള്ള ബിൽഡിംഗ് ആണെന്ന് ആര് പറഞ്ഞു എനിക്ക്? അത് എന്തുകൊണ്ട് ബിൽഡിംഗ് ആയിക്കൂടാ, അങ്ങാടി ആയിക്കൂടാ, വീടായിക്കൂടാ, വേറെ ഏതെങ്കിലും കെട്ടിടം ആയിക്കൂടെ? ആര് പറഞ്ഞു എനിക്ക് ഖബറിന്റെ മീത്തുള്ള കെട്ടിടമാണെന്ന്? ആര് പറഞ്ഞു? ഇനി ആണെങ്കിൽ തന്നെ ഏതെങ്കിലും ഒരു സാധാരണക്കാരന്റെ ഖബറിന്റെ മീത്ത് ഉണ്ടെങ്കിൽ അത് തകർക്കേണ്ടതുമാണ്. അത് നമുക്ക് തർക്കമില്ല. മുസബ്ബലത്തും മൗഖൂഫത്തായ ഭൂമിയിൽ ഔലിയാക്കളെ ഖബറിന്റെ മീത്ത് എടുപ്പെടുക്കാമോ എടുത്തുകൂടെ എന്ന് ഷാഫി മദ്ഹബിൽ ചർച്ചയുള്ള വിഷയമാണ്. ഇമാം റംലി റളിയല്ലാഹു അൻഹും അതുപോലെ ഒരു കൂട്ടം ഇമാമിങ്ങളുടെ പക്ഷം ഔലിയാക്കളെ മഖബറാണെങ്കിൽ, അമ്പിയാക്കളെ ഖബറാണെങ്കിൽ അത് നുരുമ്പിപ്പോകാത്ത, ഖബർ മാന്താൻ പറ്റാത്ത ഖബറുകളാണ്. എന്തുകൊണ്ട്? അവരെ ഖബറുകൾ, അവരെ മയ്യിത്തുകൾ മണ്ണ് തിന്നൂലല്ലോ, അവരെ ശരീരം മണ്ണ് തൊടൂല. അതുകൊണ്ട് വേറെ ഒരാളെ അവിടെ മറമാടുന്ന പ്രശ്നമേ ഇല്ല. അതുകൊണ്ട് തന്നെ വേറെ ഒരാളെ മറമാടുന്ന പ്രശ്നം വരാത്തത് കൊണ്ട് അവരുടെ ഖബറിന്റെ മീത്ത് കെട്ടിടം എടുക്കുന്ന എനിക്ക് വിരോധമില്ല എന്നാണ് ഇമാം റംലിയും കൂട്ടരും പറയുന്നത്. ഇമാം ഇബ്നു ഹജർ തങ്ങൾ മാത്രമാണ് അതിൽ അഭിപ്രായ വ്യത്യാസമുള്ളത്. ഏതിരുന്നാലും ഷാഫി മദ്ഹബിലെ ഒരു ചർച്ചാ വിഷയം കർമ്മശാസ്ത്ര സംബന്ധമായ ഒരു ഫിഖ്ഹി ചർച്ചയുള്ള ഒരു വിഷയമാണ്. പക്ഷെ അതൊന്നും എന്തല്ല, ഖബറാരാധനയാണോ പൂജയാണോ എന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിൽ വന്ന മസലയേ അല്ല. ഈ കിതാബിൽ പറയുന്ന മസലയും വഹാബികൾ പറയുന്നതും തമ്മിൽ ഒരു ബന്ധവുമില്ല. വഹാബികൾ പറയുന്നതോ ഖബറാരാധനയാണ്, പൂജയാണ് എന്നാണ്. ഇമാമിങ്ങൾ അത് ഖബറാരാധനയാണെങ്കിൽ അത് മൗഖൂഫത്തായ ഭൂമിയും മംലൂക്കത്തായ സ്വന്തം ഭൂമിയും തമ്മിൽ വ്യത്യാസമുണ്ടോ? ഖബറിനെ ആരാധിക്കുക അത് സ്വന്തം ഭൂമിയിലാണെങ്കിൽ അനുവദനീയമാണ്, മൗഖൂഫത്തിൽ മാത്രം പറ്റൂല എന്നാണോ? എന്ത് പോയത്താ നിങ്ങൾ പറയാ? അപ്പൊ ഈ ചർച്ചകളൊക്കെ വരുന്നത് അവിടെ മറ്റൊരാളെ മറമാടുന്നതിന് തൊട്ടുള്ള തടസ്സമുണ്ടാകുന്നു എന്നതിന്റെ മേലെയാണ് ഈ ചർച്ച വരുന്നത്. അതിന് ഇമാം റംലി തങ്ങൾ പറഞ്ഞു, അവരെ ഖബറിനടുത്ത് വേറൊരാളെ മറമാടുന്ന പ്രശ്നമില്ലല്ലോ, അവരെ മയ്യത്തിനെ മണ്ണ് തിന്നൂലല്ലോ, അതുകൊണ്ട് അവിടെ ബിൽഡിംഗ് ഉണ്ടാക്കാം എന്ന് ഇമാം റംലി റളിയല്ലാഹു അൻഹു പറഞ്ഞു. അതുകൊണ്ട് അത്തരം ഇബാറത്തുകളൊന്നും ഷാഫികളായി ഞങ്ങൾക്ക് നിങ്ങൾ പഠിപ്പിക്കാൻ പറഞ്ഞ മനസ്സിലായില്ലേ? ഇതൊക്കെ ഞങ്ങൾ എത്ര കാലായി ഓതി കൊടുക്കുന്നത് കുട്ടികൾക്ക്, എത്ര കാലായിടോ ഞങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഇപ്പൊ വന്നിട്ട് ഉമ്മിൽ എങ്ങനെയുണ്ട് ഈ ഉമ്മ നോക്കി നിങ്ങൾ വിചാരിച്ചത് ഇന്നലെ പൊട്ടിയ മുളച്ച കിതാബ? ഈ കിതാബുകളും ഈ കിതാബ് ഇന്നലെ വന്ന കിതാബ? ഈ കിതാബ് ഞങ്ങൾ കണ്ടതല്ലേ, ഞങ്ങൾ ഉസ്താദുമാരൊക്കെ കണ്ട കിതാബല്ലേ? ഇത് കാണാത്ത കിതാബാണോ? അതുകൊണ്ട് അത്തരം ഇബാറത്തുകൾ വന്നിട്ട് വായിച്ചിട്ട് ഇവിടെ എന്തെങ്കിലും നേടാന്ന് നിങ്ങൾ വിചാരിക്കണ്ട, മനസ്സിലായില്ലേ? ഇനി റാസിയുടെ ഒരു ഇബാറത്ത് വായിച്ചു. അവിടെ നമ്മള് റാസിന്റെ ഇബാറത്ത് ഒന്ന് കേൾപ്പിക്കുമോ? മാത്രവുമല്ല ഇന്ന് ജാറങ്ങൾ അഥവാ മശാഹിദുകൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള അദരിഹത്തുകൾ ഈ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന നടമാടിക്കൊണ്ടിരിക്കുന്ന ഇടങ്ങൾ, അവിടെയുള്ള കാര്യങ്ങൾക്ക് ഏതുമായിട്ടാണ് സാമ്യത, ഏതുമായിട്ടാണ് ബന്ധമുള്ളത് ഇമാം റാസി റഹിമഹുല്ലാ പ്രത്യേകം ആയത്തുകൾ വിശദീകരിച്ചുകൊണ്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ഇമാം റാസി റഹിമഹുല്ലയെ ഉസ്താദുമാർ അംഗീകരിക്കാത്തവരല്ല, ഉൾക്കൊള്ളാത്തവരല്ല. വലിയ വായയിൽ ഇമാം റാസി പറഞ്ഞു, റാസി തങ്ങൾ പറഞ്ഞു എന്നൊക്കെ പറയാറുണ്ട്. ഹൗലായി ശുഫാഉനാ ഇൻദല്ലാഹ്, ഈ മറവ് ചെയ്യപ്പെട്ടവർ, ഇത്തരത്തിലുള്ള ആരാധ്യന്മാർ, ബിംബങ്ങൾ, വിഗ്രഹങ്ങൾ, ഇങ്ങനെയുള്ളവർ ഞങ്ങൾക്ക് നാളെ ശുപാർശകരായി
പോരായി വരും എന്നതായിരുന്നു ഷിർക്ക് അംഗീകരിച്ചുകൊണ്ട് ജീവിച്ചിരുന്ന മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകൾ, അവിശ്വാസികൾ പറഞ്ഞിരുന്ന ഒരു ന്യായം. ആ ന്യായത്തിൽ നിന്നുകൊണ്ട് ഞങ്ങൾ ചെയ്യുന്ന കാര്യം ഷിർക്കല്ല ഷിർക്കല്ല എന്ന് പറഞ്ഞുകൊണ്ട് പച്ചയായ ഷിർക്കിന്റെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർ ഇമാം റാസി റഹിമഹുല്ല പറഞ്ഞ ഈ വാക്കിനെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇമാം റാസി റഹിമഹുല്ല വെറുതെ പറഞ്ഞതല്ല. ആ ആയത്തുമായി ബന്ധപ്പെട്ട് ജാഹിലിയത്തിലുണ്ടായിരുന്ന ഓരോ പ്രശ്നങ്ങളെ അദ്ദേഹം മുന്നോട്ട് വെച്ചു. ആ പ്രശ്നങ്ങൾ 1, 2, 3 ചർച്ച ചെയ്തു വരുമ്പോൾ അദ്ദേഹം പറയുന്നു, ഒരു ഭാഗം മുറിച്ചു വെച്ചുകൊണ്ടല്ല, മൂന്നാമത്തെ ചർച്ചയുടെ ഭാഗമായി അദ്ദേഹം പറയുന്നു, വനദീറുഹു ഫീ ആദ സമാൻ. ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾക്ക്, ജാഹിലിയത്തിലെ സമ്പ്രദായങ്ങൾക്ക് സമാനമായത് ഈ കാലഘട്ടത്തിൽ കാണുകയാണ്. ഒരുപാട് ആളുകൾ വ്യാപൃതരായിരിക്കുന്നു. ബിതഅദീമി ഖുബൂരിൽ അകാബിർ. ഇതാ ഉണ്ടാക്കപ്പെട്ട വലിയ മഹാന്മാരാണ്, മഹത്തുക്കളാണ് എന്ന സങ്കല്പത്തിൽ കൊണ്ടു നടക്കുന്ന ആളുകളുടെ ഖബറുകളെ പരിധിവിട്ട രൂപത്തിൽ ആദരിച്ചുകൊണ്ട് ബഹുമാനിച്ചുകൊണ്ട് പോവുകയാണ്. അൽഇഅ്തിഖാദി അന്നഹും ഇദാ അല്ലമു ഖുബൂറഹും ഫഇന്നഹും യകൂനൂന ശുഫാഅ ലഹും ഇൻദല്ലാഹ്. ഇങ്ങനെ ആദരിച്ചാൽ, ഇങ്ങനെ ബഹുമാനിച്ചാൽ, ജാറത്തിന്റെ മഖബറയുടെ അരികിൽ ചെന്ന് അവിടെയുള്ള മഹാന്റെ ഹക്ക് ജാഹ് ബറക്കത്ത് കൊണ്ട് കാവൽ തേടിയാൽ, ആ മഹാനെ വിളിച്ചു തേടിയാൽ അവർ ശുപാർശകരായി പരലോകത്ത് വരുമെന്ന മിഥ്യാധാരണ, തെറ്റായ ധാരണ, വ്യർത്ഥവിശ്വാസം മനസ്സിൽ വെച്ചുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ആളുകൾ ചെയ്യുന്നു എന്ന് എത്രയോ നൂറ്റാണ്ടുകൾക്കപ്പുറം ഇമാം റാസി റഹിമഹുല്ല രേഖപ്പെടുത്തിയ കാര്യമാണ്. വല്ലാത്ത കിട്ടലാണ് വഹാബിക്ക്. റാസിന്റെ ഒരു വാർത്ത ഞാൻ കിട്ടി. ദർഗയിലേക്ക് പോകുന്ന ആളുകളും മക്കയിലെ മുശ്രിക്കുകളും ഖബറിനെ ആരാധിക്കുന്ന മുശ്രിക്കുകളും ഒരുപോലെയാണ് എന്ന് റാസി ഇമാം പറഞ്ഞിട്ടുണ്ട്. ഈ റാസി, ഞങ്ങൾ എത്ര കാലായി മനുഷ്യന്മാരെ ഇതൊക്കെ കണ്ടിട്ട്. ഇന്നലെ അത് നമ്മളെ ഇന്നലെ ചോദ്യം ചോദിച്ച ഉസ്താദ് ഇവിടെ ഉണ്ട് സ്റ്റേജിൽ. അയാള് അതിനപ്പം തന്നെ ബാത്തിലാക്കിയിട്ടുണ്ട്. പിന്നെ വഹാബി മൗലിക്ക് ഒന്നും പറയാനില്ല. കാരണം അത് അവസാനം പറയുന്നുണ്ട്, 4 വജീഹുകൾ പറഞ്ഞിട്ട് വലം അന്നകുല്ലഹാദിഹിൽ വുജൂ ബാത്തിലത്തും ബിദലീൽ എന്നൊക്കെ അവസാനം പറയുന്നത് ബാത്തിലാണ്. ഇരിക്കട്ടെ, ഇനി അത് അദ്ദേഹത്തിന്റെ വക തന്നെ പറഞ്ഞു എന്ന് സങ്കല്പിക്കാം. അദ്ദേഹത്തിന്റെ വകയാണത് പറഞ്ഞത് എന്ന് നമുക്ക് സങ്കല്പിക്കാം. എന്നാൽ എന്താണ് അദ്ദേഹം പറഞ്ഞത്? ഇപ്പൊ ഇയാള് പറഞ്ഞെന്താ? ഞാൻ വായിക്കായി ഭാരത് അന്നഹും വളഉ ഹാദിൽ അസ്നാമ വൽ ഔസാന. അവർ ഈ വിഗ്രഹങ്ങളെ വെച്ചിട്ടുണ്ട്, പ്രതിഷ്ഠാപിച്ചിട്ടുണ്ട്. അലാ സുവരി അംബിയാഇഹിം വ അകാബിരിഹിം. അവരുടെ അംബിയാക്കളും അവരുടെ മഹാന്മാരുടെ രൂപത്തിൽ. വസഅമു, അവർ വാദിച്ചിട്ടുണ്ട്, അന്നഹും, നിശ്ചയമായും അവർ, മതസ്തഗലു, അവർ ജോലിയായാൽ, ബി ഇബാദത്തി ഹാദിഹി തമാസീലി, ഈ പ്രതിമകൾക്ക്, ഈ വിഗ്രഹങ്ങൾക്ക് ആരാധിക്കൽ കൊണ്ട്, ഇബാദത്ത് ചെയ്യൽ കൊണ്ട്, ഈ വിഗ്രഹത്തിന് ഇബാദത്ത് എടുത്ത് ജോലിയായാൽ, ആ മഹാന്മാർ യകൂനൂന ശുഫാഅ ലഹും ഇൻദല്ലാഹ്, അവർ ഇവർക്ക് ശഫാഅത്ത് ചെയ്യുന്നവരാകും. എങ്ങനെ? ഈ വിഗ്രഹത്തിന് ഇബാദത്ത് എടുത്താൽ, ഇബാദത്ത് എങ്ങനെയാണ്? മതസ്തഗലു ബി ഇബാദത്തി ഹാദിഹി തമാസീലീന, ഈ വിഗ്രഹത്തിന് ഇബാദത്തെടുക്കൽ കൊണ്ട് ജോലിയായാൽ. എന്നിട്ടാണ് പിന്നെ പറയുന്നത് വനളീറുഹു, അതിന്റെ നളീർ ഫീ ഹാദ സമാനി, ഈ കാലഘട്ടത്തിൽ, ഇസ്തിഗാലു കസീരിൻ മിനൽ ഖൽഖ്, പടപ്പുകളിൽ നിന്ന് ഒരുപാട് ആളുകൾ ജോലിയാകുന്നത്, ബിതഅലീമി ഖുബൂരിൽ അകാബിരി, മഹാന്മാരുടെ ഖബർ അതിനെ ബഹുമാനിക്കൽ കൊണ്ട് ജോലിയാവുക. മഹാന്മാരെ ഖബറിനെ ബഹുമാനിക്കുന്നത് ഇതിനോട് സമാനമാണ് എന്നാണ് ഇമാം റാസി ഇവിടെ പറയുന്നത് എന്നാണ് വഹാബികൾ പറയുന്നത്. എങ്ങനെ? അലാഇത്തിഖാദി, ഏത് വിശ്വാസത്തിന്റെ മേലിൽ? അന്നഹും ഇദാ അല്ലമു ഖുബൂറഹും, അവരുടെ ഖബറുകളെ ഇവർ ബഹുമാനിച്ചാൽ, ഫഇന്നഹും യകൂനൂന ശുഫാഅ ലഹും ഇൻദല്ലാഹ്, അവർ ഇവർക്ക് ശഫാഅത്ത് ചെയ്യുന്നവരാകും. ഞാൻ ചോദിക്കട്ടെ മൗലവിമാരെ, ഇവിടെ ആദ്യം പറഞ്ഞത് ബി ഇബാദത്തി ഹാദിഹി തമാസീലി, എന്നിട്ടാണ് പറയുന്നത് വനളീറുഹു, ഇബാദത്തിന്റെ നളീറാകണമെങ്കിൽ ഇതും എന്താകണം? ഇബാദത്താകണ്ടേ മൗലവിമാരെ? ഇബാദത്തിന്റെ നളീറാകണമെങ്കിൽ ഈ സാധനവും ഈ ചെയ്യുന്ന തഅലീമും ഏതാകണം? ഇബാദത്താകണം. ഇബാദത്താകുന്ന തഅലീം കൊണ്ട് ജോലിയായെങ്കിൽ മാത്രമേ അതിനോട് സമാനമാവുകയുള്ളൂ. ഔലിയാക്കളുടെ, അമ്പിയാക്കന്മാരുടെ ഖബറുകളെ ബഹുമാനം രണ്ട് വിധമുണ്ട്. അത് ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജർ റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബു സവാജിറിൽ അത് വിശദീകരിച്ചിട്ടുണ്ട്. കിതാബു സവാജിൽ ഇമാം ഇബ്നു ഹജർ തങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്.
എന്ത് ഖബർ ആരാധനയാകുന്ന അല്ലെങ്കിൽ അതുപോലെയുള്ള താലീമുകൾ, എങ്ങനെ ഖബറിന് സുജൂദ് ചെയ്യുക, ഖബറിന് തവാഫ് ചെയ്യുക, ഇങ്ങനെ ഗൈറു മശ്റൂ ആയ താലീം ഉണ്ട്, മശ്റൂ ആയ താലീം അനുവദിക്കപ്പെട്ട ശറഅക്കപ്പെട്ട താലീം, രണ്ട് വിധം താലീം ഉണ്ട് ഖബറിന്. ഞാൻ ചോദിക്കട്ടെ, ഖബറിന്റെ മീത്തെ ചവിട്ടാതിരിക്കുക എന്നത് ഖബറിനെ ബഹുമാനിക്കലല്ലേ? അല്ലേ? ആ താലീം ഖബറിനെ ആരാധിക്കലാണോ? അത് ഖബറിന് ഇബാദത്ത് എടുക്കലാണോ? ഖബറിന്റെ മീത്തെ ഇരിക്കരുത് എന്ന നിയമമില്ലേ? അത് ഖബറിന് കൊടുക്കുന്ന താലീമില്ലേ? ആ താലീം ഇബാദത്താണോ? ആണോ? ആ താലീം ചെയ്യണമെന്നല്ലേ ഇസ്ലാം പഠിപ്പിച്ചത്, റസൂലുള്ളാഹി പഠിപ്പിച്ചത്? ആ താലീം ഗൈറു മശ്റൂ ആണോ മശ്റൂ ആണോ? അത് മശ്റൂ ആയ ശറഅ് പഠിപ്പിച്ച താലീമാണ്. അതുപോലെ ഖബറിന്റെ മീത്ത് മൂത്രമൊഴിക്കരുത്, ഖബറിന്റെ ബഹുമാനമാണ്, ആ താലീം ഇസ്ലാം പഠിപ്പിച്ച താലീമാണ്. അത് ഇബാദത്താണോ ഖബറിന്? ഒരാള് ഖബറിനെ ബഹുമാനിച്ചുകൊണ്ട് ഖബറിന്റെ മീത്ത് ഇരുന്നില്ല, അവിടെ നിന്നു. ഇപ്പൊ നിസ്കാരത്തിൽ ഒരാൾ നിന്നാൽ ആ നൃത്തം അള്ളാഹ്ക്ക് ഇബാദത്താണോ? അല്ലേ? ആണോ? അല്ലേ? അല്ലേ? നിസ്കാരത്തിന്റെ ഫർളിന്റെ കൂട്ടത്തിൽ ഒരു ഫർളാണ് ഖിയാം. ആ നൃത്തം അള്ളാഹ്ക്ക് ഇബാദത്താണോ? അല്ലേ? ഇബാദത്താണ്. എന്നാൽ ഒരാള് ഖബറിന്റെ അടുത്ത് പോയി ഖബറിന്റെ മീത്തെ ഇരിക്കാതെ അവിടെ നിന്നു, എന്നിട്ട് ഇവർ പറഞ്ഞതുപോലെ ഒരു അങ്ങോട്ട് തന്നെ ദ്വാരുന്നു സങ്കല്പിച്ചോ, നിന്നിട്ട് എങ്ങോട്ട് ദ്വാരുന്നു, ഈ നൃത്തം ഖബറിന് ഇബാദത്താണോ? ആണോ? അല്ല. നിസ്കാരത്തിലെ നൃത്തമോ അള്ളാഹ്ക്ക് ഇബാദത്താണ്. ഈ നൃത്തം ബഹുമാനാണ്, പക്ഷെ ആ ഖബറിന് ഇബാദത്താണോ? അല്ല. അത് മശ്റൂ ആയ തഅലീമാണ്. ഖബറിന്റെ മീത്തെ ഇരിക്കാതിരിക്കുക ഖബറിന്റെ തഅലീമാണ്, അത് മശ്റൂ ആയതാണ്, അത് ശിർക്കല്ല. ഇതുപോലെ മശ്റൂ ആയ തഅലീമും ഗൈറു മശ്റൂ ആയ തഅലീമുണ്ട്. തവാഫ് ചെയ്യുക, പ്രദക്ഷിണ നടത്തുക ഖബറിന്, അത് ഗൈറു മശ്റൂ ആയ തഅലീമാണ്. ഖബറിന് മുന്നിൽ കുമ്പിടുക, സുജൂദിടുക, അതെന്താണ്? ഇസ്ലാം അനുവദിച്ച തഅലീമല്ല. ഇതുപോലെ ഇസ്ലാം അനുവദിക്കാത്ത തഅലീം ചെയ്തുകൊണ്ട് ഖബറിനെ ബഹുമാനിക്കുന്നതിനെ പറ്റിയാണ് ഇമാം റാസി റളിയല്ലാഹു അൻഹു പറഞ്ഞത്. അല്ലാതെ നമ്മൾ സുന്നികൾ ചെയ്യുന്ന തഅലീമിനെ പറ്റിയല്ല. സുന്നികൾ ചെയ്യുന്ന തഅലീം എന്താ? അവിടെ പോയി ദ്വാരക്കും, അവരെ ശഫാഅത്ത് ചോദിക്കും, അല്ലേ? അവരുടെ ശഫാഅത്ത് ചോദിക്കും, അതല്ലേ നമ്മൾ ചെയ്യുന്ന തഅലീം. ആ തഅലീം അത് ശറഅക്കപ്പെട്ട തഅലീമാണെന്ന് അതേ ഇമാം റാസി തഫ്സീറിൽ പഠിച്ചിട്ടുണ്ട്, തഫ്സീറുൽ കബീറിലുണ്ട്. സുന്നികൾ ചെയ്യുന്ന തഅലീം അത് അനുവദിക്കപ്പെട്ട തഅലീമാണെന്ന് ഈ പറഞ്ഞ റാസി ഇമാം തന്നെ തഫ്സീറുൽ കബീറിൽ രേഖപ്പെടുത്തുന്നുണ്ട്. എവിടെയാണത്? ഞാൻ വായിച്ചു കേൾപ്പിക്കാം. തഫ്സീറുൽ കബീർ 82-ാം വാള്യം 67-ാം പേജ്. അതാ അലം നശ്റഹ് സൂറത്തിന്റെ വ്യാഖ്യാനത്തിൽ, അലം നശ്റഹ് ലക സദ്റക എന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നു, ഇമാം റാസി റളിയല്ലാഹു അൻഹു പറയുന്നു എന്ത്? അതാ വൽ വആലു വായിലീങ്ങൾ യുബല്ലിഗൂന വഅലക, ഓ നബിയേ അവിടുത്തെ വഅല്, അവിടുത്തെ ഉപദേശം അവിടെ എത്തിച്ചു കൊടുക്കുന്നു, ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നു. ബലിൽ ഉലമാ എന്ന് മാത്രമല്ല, പണ്ഡിതന്മാർ, വസ്സലാത്വീനു രാജാക്കന്മാർ, യസിലൂന ഇലാ ഖിദ്മതിക, ഓ നബിയേ അങ്ങയുടെ ഖിദ്മത്ത് ചെയ്യാൻ അങ്ങയുടെ ഖബറിന്റെ അരികിലേക്ക് വരുന്നു. വയുസല്ലിമൂന മിൻ വറാഇൽ ബാബി അലൈക്, അങ്ങയുടെ ഖബറിന്റെ കെട്ടിടത്തിന്റെ പുറത്തു നിന്ന് അങ്ങേക്ക് സലാം പറയുന്നു നബിയേ. ഇനി കേട്ടോ മൗലവിമാരെ, ഖബറിനെ മുത്തുന്നത് ഖബറാരാധനയാണെന്ന് പറഞ്ഞല്ലോ. ഖബറിനെ തൊട്ടുമുത്തൽ ഖബറിനെടുക്കുന്ന ഇബാദത്താണെന്ന് ഇവിടെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതാ ഇമാം റാസി പറയുന്നു, വയംസഹൂന ഉജൂഹും ബിതുറാബി റൗളതിക, അങ്ങയുടെ ഖബർ നിൽക്കുന്ന സ്ഥലത്തിന്റെ ആ മണ്ണ്, അതിനെ അതാ മുഖം കൊണ്ട് അവർ സ്പർശിക്കുന്നു. ويمسحون وجوههم بتراب روضتك ويرجون شفاعتك, അങ്ങയുടെ ശഫാഅത്ത് അവർ ആഗ്രഹിക്കുന്നു നബിയേ
ഇതാരാ പറഞ്ഞത്? നിങ്ങൾ വായിച്ച ഇബാറത്തുണ്ടല്ലോ എന്ന് ഇമാം റാസിയുടെ കിതാബ് വായിച്ചല്ലോ. അതേ ഇമാം റാസിയുടെ തഫ്സീറുൽ കബീറിൽ അലം നശറഹ് ലക സ്വദ്റക വവളഅനാ അൻക വിസ്റക അല്ലദീ അൻഖള ളഹ്റക വറഫഅനാ ലക ദിക്റക എന്ന ആയത്തിന്റെ വ്യാഖ്യാനത്തിൽ ഇമാം റാസി രേഖപ്പെടുത്തുന്നുണ്ട്, അങ്ങയുടെ ശഫാഅത്ത് കൊതിക്കുന്നത് അത് ഖബറാരാധനയല്ല എന്ന് ഇമാം റാസി തന്നെ പറഞ്ഞല്ലോ. അത് റസൂലുള്ളാഹിക്ക് കൊടുക്കുന്ന അനുവദിക്കപ്പെട്ട തഅലീമാണ്. ഇത് തന്നെയാണ് സുന്നികൾ ചെയ്യുന്നത്. ഔലിയാക്കളെ ഖബറിന്റെ അടുത്ത് പോയി അവരുടെ ശഫാഅത്ത് തേടുന്നു. അപ്പോ ആ ഇബാറത്ത് കൊണ്ടുവന്നിട്ട് ഇവിടെ വല്ലതു നേടാം എന്ന പൂതി നിങ്ങളെ പോക്കറ്റിൽ തന്നെ വെച്ചോ, അത് നടക്കൂല. അതിനടുത്ത് അതുകൊണ്ട് തന്നെ അദ്ദേഹം ജാഹിലിയത്തിലെ കാര്യം പ്രത്യേകം പറഞ്ഞു. അവിടെ തഫ്സീറിൽ കാണാം ജാഹിലിയത്തിൽ ഉണ്ടായിരുന്ന വിഷയം. അത് പറഞ്ഞിട്ട് അതിനോട് സമാനമാണ് ഇനി കൂറത്തങ്ങളുടെ ഖബറിനെ അയാൾ കാണിക്കുകയാണ്. ഇവിടെ കർണാടക സംസ്ഥാനത്തിലാണല്ലോ കൂറത്തങ്ങളുടെ ജാറം കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായത്. അതിന്റെ വീഡിയോ സ്ക്രീനിൽ കാണിക്കും. ആ കൂറത്തങ്ങളുടെ ജാറം ഘട്ടം ഘട്ടമായി വളർന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയ ജാറം നിർമ്മിച്ച ആ രംഗം ഒന്ന് കാണുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയ സഹോദരങ്ങളെ, കർണാടകയിൽ കൂറ എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് മരണപ്പെട്ടുപോയ ആ കൂറ തങ്ങളുടെ കബറിന്റെ മാറ്റങ്ങളാണ് നിങ്ങൾ കാണുന്നത്. ആദ്യത്തെ ദിവസവും 2ാം ദിവസവും 3ാം ദിവസവും അവിടെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ നോക്കൂ. ഇത് ഇസ്ലാമികമാണോ സഹോദരങ്ങളെ? ഇതാണ് യഥാർത്ഥ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്ത്. നോക്കൂ, ആ കബറിനെ തൊട്ടുമുത്തുന്നു, അവിടെ ചുംബിക്കുന്നു, വെള്ളം മന്ത്രിക്കാൻ വേണ്ടി ആ കബറിന്റെ അടുത്ത് പോയി വെക്കുന്നു. അതെ, എന്താണ് അതിൽ കുഴപ്പം? അത് പറയും. ഞങ്ങൾ അന്ന് മറമാടിയപ്പോ കബർ ഉയർന്നിട്ടില്ല, പിന്നീട് കുറച്ചും കഴിഞ്ഞപ്പോ കബർ പൊന്തി. എന്താ കുഴപ്പം? അത് പറയാ. ഞങ്ങൾ കെട്ടും, നിങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങള് മഹാന്മാരെ കബർ ഉയർത്തും, ഇനിയും ഉയർത്തും. നിങ്ങൾ അതിനെതിരെ തെളിവുണ്ടെങ്കിൽ കൊണ്ടുവാ. ഒരാൺകുട്ടി നിങ്ങളെ കൂട്ടത്തിലുണ്ടോ? ഞങ്ങൾ അവിടെ പോയി സിയാറത്ത് ചെയ്യും. നിങ്ങളെ വാക്ക് ആരാകാതെ കൊടുക്കുന്നത്? അവിടെ ഉറൂസിന്റെ ആ സമയത്ത് പോയി നോക്ക്, ലക്ഷക്കണക്കിൽ ആള് വരുന്നു. നിങ്ങളെ വാക്ക് ആര് കേൾക്കാനാ? ഏതോ അന്തംഗമ്മികൾ കേൾക്കുന്നല്ലാതെ ബുദ്ധിയില്ലാത്ത. അതുകൊണ്ട് നിങ്ങൾ അങ്ങനത്തെ ക്ലിപ്പിനെ ആയിരാക്കിയാലും നിങ്ങളെ വാക്ക് കേട്ടിട്ട് അവിടെ പോകുന്നത് ലോകത്ത് ഇവിടെ ഉള്ള മുസ്ലിമുകൾ ആരും കിട്ടൂല. മനസ്സിലായില്ലേ? ഇനി അയാൾ നേർച്ചനെ പറ്റി പറയുന്നത് കേട്ടോ. ഒരു സഹോദരൻ നേർച്ചനെ പറ്റി ചോദിക്കാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇതൊക്കെ എന്റെ പേര് ആദ്യം തന്നെ സെറ്റാക്കിയതാണ്. മുഹമ്മദ് ബജാലാണ്. എന്റെ ചോദ്യം, നേർച്ചകൾ ഇസ്ലാമിൽ അനുവാദനീയമല്ലല്ലോ ആണല്ലോ. നാട്ടിൽ നടക്കുന്ന നേർച്ചയ്ക്ക് ഇതിന് വല്ലവും ബന്ധമുണ്ടോ എന്നാണ് ചോദ്യം. ഇസ്ലാമിലെ നേർച്ചയും നാട്ടിൽ നടക്കുന്ന നേർച്ചയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നാണ് ചോദ്യം. ഹംസ ഷാക്കിർ അൽ ഹിക്കമി മറുപടി പറയട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ചോദ്യം ചോദിച്ച ഉടനെ തന്നെ അയാൾ വന്ന് പറയുന്നത് ഒരു ചോദ്യമാണ് ചോദിക്കപ്പെട്ടുള്ളത്. നേർച്ച എന്ന് കേൾക്കുമ്പോഴേക്കും നമ്മുടെ മനസ്സുകളിലേക്ക് പല ചിത്രങ്ങളും പൊതുവെ ഓടി വരാറുണ്ട്. ആ ഒരു ഏതാനും ചിത്രങ്ങളിലേക്ക് നമുക്കൊന്നും ചെയ്യാം, ആദ്യം കടക്കാം, എന്നിട്ട് വിഷയം പറയുന്നതാണ് നല്ലത്. ആ വീഡിയോ ഇപ്പോൾ വരും. മതി. അതാണ് ഇപ്പൊ ഇയാള് നേർച്ച എന്താണെന്ന് പറഞ്ഞിട്ട് ആദ്യം കാണിക്കുന്നത്. അതാണ് ഒരു ചങ്ങായി വന്നല്, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അടിച്ച വലാക്കുന്നു, നീ കരഞ്ഞ വലാക്കണം. അപ്പൊ ഇയാൾ ആദ്യം തന്നെ ഒരു നേർച്ചനെ പറ്റി ചോദിക്കുക, അപ്പൊ തന്നെ ഇയാൾ വീഡിയോ കൊണ്ടുവന്നിട്ടിടുക. എന്ത് ഡ്രാമടോ നിങ്ങളിത്? ഇത് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? ഞങ്ങളൊക്കെ അന്നം നിന്നുന്ന ആളുകളാണ്. നിങ്ങളെപ്പോലെ എന്തെങ്കിലും തലച്ചോറില്ലാത്ത ആളുകളല്ല. എന്നാല് നിങ്ങളെ നേർച്ച ഞാൻ ഒന്ന് കാണിക്കാം. ഇത് ഞങ്ങളെ നേർച്ചല്ലേ, നിങ്ങൾ നടത്തുന്ന നേർച്ച നോക്കിക്കോളി. കാണിച്ചു. സലഫി അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കാട്ടിലേരി അബ്ദുള്ള സാഹിബ്, മുസാജിദ ഫാറൂഖി, സലഫി പ്രസ്ഥാനത്തിന്റെ സലഫി അസോസിയേഷന്റെ ഭാരവാഹികളെ, പ്രിയം നിറഞ്ഞ നാട്ടുകാരെ, പുണ്യശാലിയായ സകലേശന്റെ തിരുനാമത്തിലാരംഭിപ്പൂ. നിഖില ലോകങ്ങൾക്കുമേകരക്ഷകനാകും അഖിലേശ
സർവേശ്വരനാക സകല സ്തോത്രങ്ങളും പരമകാരുണ്യവാൻ ദാക്ഷിണ്യ നികേതനം വിധി ചൊല്ലിടും ദിവസത്തിന്റെ അധിപതി നിയതമാരാധിപ്പൂ ഞങ്ങളങ്ങേ മാത്രം സതതം സഹായമർപ്പിപ്പതും തിരുമുമ്പിൽ നയിക്കേതയുമല്ല നൂനം. ഇത് സലഫി നേർച്ചയാണ്, സലഫികളെ നേർച്ച. 13 അടുത്ത കേൾപ്പിക്കും. സലഫികളെ നേർച്ച നമുക്ക് നോക്കാം. അടുത്ത് കണ്ടല്ലോ സലഫികളെ നേർച്ച. ഇത് സലഫികളെ നേർച്ച. അതുകൊണ്ട് ആ മാതിരിയുള്ള അടവുമായിട്ട് ഞങ്ങളെ മുന്നിൽ വരണ്ട. നിങ്ങളത് ധാരാളം ഞങ്ങളെ കയ്യിലുണ്ട്, മനസ്സിലായില്ലേ? ഇനി അടുത്തത്, ഇയാൾ നേർച്ചന്റെ നിർവചനം പറയാ. ഇയാൾക്കാരോ മലയാളത്തിൽ എഴുതി കൊടുത്തിട്ടുണ്ട്, ബുക്കിൽ എഴുതി കൊടുത്താ. ഇങ്ങനെ നോക്കിയിട്ട് പറയാ നേർച്ചന്റെ നിർവചനം. നിങ്ങൾ ആ മൗലവി പറയുന്ന കേട്ടോളൂ. എന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത്? അവിടെ ഈ ഒരു കാര്യം വ്യക്തമായി മനസ്സിലാക്കണമെങ്കിൽ നോക്കി അയാൾ ഇങ്ങനെ ആ ബുക്ക് ഇങ്ങനെ ബുക്കിൽ എഴുതിയ മലയാളം ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ വായിക്കാണ്. നേർച്ചന്റെ നിർവചനം എന്നത് നമ്മൾ മനസ്സിലാക്കണം. ആദ്യമായി എന്താണ് പൊതുവെ ഇസ്ലാമിൽ നേർച്ചയായി നിർവചനമായിട്ടൊക്കെ പഠിപ്പിക്കപ്പെട്ടതെന്നാൽ വ്യക്തിപരമായി നിർബന്ധമില്ലാത്ത ഒരു ആരാധനയെ സ്വന്തം ബാധ്യതയാക്കുക എന്നതാണ് നേർച്ച എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏത് കിതാബിൽ പറഞ്ഞു? ഇബാറത്ത് വായിച്ചോ? ഒന്നുമില്ല, തൊള്ളയാണ് മൗലവിന്റെ തൊള്ള. ഒരു കിതാബിന്റെ ഇബാറത്തോ ഒന്നുമില്ല. മൗലവി കേട്ടോ, ഞാൻ വായിച്ചുതരാം നിങ്ങൾക്ക്, കാണാതെ വായിച്ചുതരാം. അന്നദുറു ഇൽതിസാമു മുകല്ലഫിൻ ഖുർബതൻ ലം തതഅയ്യൻ. അതാണ് നദർ എന്ന് പറഞ്ഞാൽ നേർച്ച. ഈ നേർച്ച എന്ന് പറഞ്ഞ വേർഡ് നമ്മുടെ നാട്ടിൽ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു മലയാള വേർഡ് അല്ലേ? അത് നമ്മളെ നാട്ടിൽ പല അർത്ഥത്തിലും പറയുന്നുണ്ട്. ഉദാഹരണത്തിന് മൗലിദ്, നമ്മളെ വീട്ടിൽ മൗലിദ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും? എന്റെ വീട്ടിൽ നേർച്ച ഉണ്ടായിരുന്നു എന്ന് പറയും. അത് നേർച്ച അറബിയിൽ പറഞ്ഞ നദറിന്റെ നേരെ പരിഭാഷയായിട്ടോ ആ അർത്ഥത്തിലോ അല്ല പറയുന്നത്. മൗലിദ് ഓതിയാലും നേർച്ച എന്ന് പറയും, കുതുബിയത്തിന് നേർച്ച എന്ന് പറയും, അതുപോലെ റാത്തീബാക്കിയാലും നേർച്ച എന്ന് പറയും. അതായത് വീട്ടിൽ നമ്മൾ നടത്തുന്ന ദീനിയായ ചില പരിപാടികൾക്ക് നമ്മുടെ നാടൻ ഭാഷയിൽ നേർച്ച എന്ന് പറയും. അതേസമയം ഇസ്ലാമിലെ സാങ്കേതികാർത്ഥത്തിൽ നദർ എന്ന് പറയുന്നത് അതല്ല. നമ്മുടെ നാടൻ ഭാഷയിൽ പറയുന്ന നേർച്ചയും ശറയിൽ പറയുന്ന നദറും രണ്ടാ. കാരണം എന്തേ? ശറയിൽ പറയുന്ന നദർ ഇൽതിസാമു മുകല്ലഫിൻ ഖുർബതൻ ലം തതഅയ്യൻ. ഒരു പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള ഒരു മുകല്ലഫായ ഒരു മനുഷ്യൻ നിർബന്ധമല്ലാത്ത ഒരു പുണ്യകർമ്മത്തിന് ഏറ്റെടുത്തുകൊണ്ട് നിർബന്ധമാക്കുന്നതിനാണ് നദർ എന്ന് പറയാം. അത് സാങ്കേതികാർത്ഥത്തിലുള്ള നദറാണ്. നേർച്ച എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ പലതിനും നമ്മൾ നേർച്ച എന്ന് പറയും, അത് വേറെ അർത്ഥത്തിലാണ്. ഇത് ശറയിൽ പറയുന്ന നദർ ഇതാണ്. എന്താണ് ആ പറഞ്ഞതിനർത്ഥം? നിർബന്ധമല്ലാത്ത ഒരു പുണ്യകർമ്മം, ഉദാഹരണത്തിന് വിത്രിസ്കാരം, അല്ലെങ്കിൽ സ്വതക്ക, അല്ലെങ്കിൽ ഖുർആനോത്ത്, അല്ലെങ്കിൽ ദിക്ർ ചൊല്ലൽ, അല്ലെങ്കിൽ സ്വലാത്തു ചൊല്ലൽ, അതൊക്കെ പുണ്യകർമ്മമാണല്ലോ, സുന്നത്തല്ലേ, നിർബന്ധമല്ലല്ലോ. നിർബന്ധമല്ലാത്ത പുണ്യകർമ്മം ഒരാൾ ഏറ്റെടുക്കുക. ഉദാഹരണത്തിന് ഞാൻ ഒരു ജുസ് ഖുർആൻ ഓതാൻ നേർച്ചയാക്കി നദർ ചെയ്തു, നദർത്തു എന്ന് പറഞ്ഞാൽ അയാൾക്കത് നിർബന്ധമായി ഓതണം. ഒരു 10 റക്അത്ത് സുന്നത്ത് സ്കരിക്കുന്നു എന്ന് നദർത്തു അൻ ഉസല്ലി 10 റക്അ, ഞാൻ 10 റക്അത്ത് സ്കരിക്കാൻ നേർച്ചയാക്കി എന്ന് പറഞ്ഞാൽ അയാൾക്ക് നിസ്കരിക്കൽ നിർബന്ധമാണ്. ഞാൻ 1000 ഉറുപ്പിക ഒരു യതീം കുട്ടിക്ക് സദഖ കൊടുക്കാൻ നേർച്ചയാക്കി, അല്ലെങ്കിൽ യതീം കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കാൻ നേർച്ചയാക്കി നദർ ചെയ്തു എന്ന് പറഞ്ഞാൽ അയാൾക്ക് നിർബന്ധമായി.
അപ്പൊ പുണ്യകർമ്മമാകുന്ന സുന്നത്തസ്കാരമോ സദക്കനെയോ അല്ലെങ്കിൽ സ്വലാത്തോ ഖുറാനോത്തോ അതിനെ ഇൽത്തിസാമു ചെയ്യുന്നതിനാണ് എന്ത് പറയാ ശറഇൽ നദ്ർ എന്ന് പറയാ. ആ പുണ്യകർമ്മം ഏതോ ആവാം, നിസ്കാരമാവാം, സ്വതക്കയാകാം, അല്ലെങ്കിൽ സ്വലാത്താവാം, ഏതും ആകാം. ഞാൻ ഒരാൾക്ക് നേർച്ചയാക്കി. എങ്ങനെ നിങ്ങൾ മനസ്സിലാക്കണം, ഇവരെ തട്ടിപ്പ് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുന്നത്. ജനങ്ങളെ ചതിക്കുന്ന ചതി ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞു, എന്റെ നാട്ടിലുള്ള അല്ലെങ്കിൽ ഈ നാട്ടിൽ പഠിക്കുന്ന മുത്തഅല്ലിമീങ്ങൾക്ക് ചോറ് കൊടുക്കാൻ വേണ്ടി, ഭക്ഷണം കൊടുക്കാൻ ഞാൻ നേർച്ചയാക്കി നദർത്തു. എന്നാൽ കൊടുക്കണ്ടേ? നിർബന്ധമാണ്, സദക്കയാണ്. ഇത് ഈ മുത്തഅല്ലിമീങ്ങൾക്ക് ഇബാദത്താണോ? നദർത്തു അൻ ഉത്ഇമ അൽ മുതഅല്ലിമീൻ, മുതഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ നേർച്ചയാക്കി എന്ന് പറഞ്ഞാൽ ഞാൻ മുതഅല്ലിമീങ്ങൾ ആരാധിച്ചു എന്നാണോ അതിന്റെ വായന? ആണോ? അല്ല. ബാപ്പാന്റെ പേരിൽ സദക്ക കൊടുത്തൂടെ? മരിച്ച ബാപ്പാന്റെ പേരിൽ സദക്ക കൊടുക്കാം, ഇസ്ലാം അനുവദിച്ച കാര്യമാണ്. ഞാൻ നേർച്ചയാക്കി എന്റെ ബാപ്പാന്റെ പേരിൽ മുതഅല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാൻ ഞാൻ നേർച്ചയാക്കി. ബാപ്പാക്ക് ഇബാദത്ത് എടുക്കലാണോ അത്? ആണോ? അല്ല, അത് അള്ളാഹ്ക്ക് ഇബാദത്താണ്. ഇബാദത്ത് അള്ളാഹ്ക്കാണ്. ആ സദക്കന്റെ പുണ്യം ആർക്കാണ്? ബാപ്പാക്കാണ്. ഇത് അന്നം തിന്നുന്ന മനുഷ്യന്മാർക്ക് മനസ്സിലാവും. ഇതുപോലെ അതേപോലെ തന്നെ വേറൊരാൾ പറഞ്ഞു, ഞാൻ ഉള്ളാളത്തുള്ള പാവങ്ങൾക്ക് ചോറ് കൊടുക്കാൻ വേണ്ടി നേർച്ചയാക്കി, സദക്ക കൊടുക്കാൻ വേണ്ടി. ആരെ പേരിൽ? സയ്യിദ് മദനി തങ്ങളുടെ പേരിൽ. നേരത്തെ ഞാൻ ബാപ്പാന്റെ പേരിലാ പറഞ്ഞു. ബാപ്പാന്റെ പേരിൽ പറഞ്ഞു. ബാപ്പാന്റെ പേരിൽ പറഞ്ഞാൽ ബാപ്പാക്ക് ഇബാദത്താവോ? ഇല്ല. മരിച്ച ആളെ പേരിൽ സദക്ക ചെയ്യൽ പുണ്യകർമ്മമാണ്. ഇജ്മാ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണത്, തർക്കമില്ലല്ലോ ഇസ്ലാമിൽ. വഹാബികളുടെ നേതാക്കന്മാർ പോലും അംഗീകരിച്ച കാര്യമാണ്. മരിച്ച ആളെ പേരിൽ സദക്ക കൊടുക്കൽ പുണ്യകർമ്മമാണ്. ആ പുണ്യകർമ്മത്തെ നേർച്ചയാക്കിയാലോ അത് നിർബന്ധമായി. അപ്പൊ മരിച്ച ബാപ്പാന്റെ പേരിൽ, മരിച്ച ഉമ്മാന്റെ പേരിൽ, മരിച്ച മദനി തങ്ങളുടെ പേരിൽ സദക്ക കൊടുക്കുന്നു, അതിനെ നേർച്ചയാക്കുന്നു. ഇതിനാണ് നേർച്ച എന്ന് പറയാം നമ്മള്. വഹാബികൾ പറയുന്നറിയോ, സയ്യിദ് മദനി തങ്ങൾക്ക് പേരിൽ സദക്ക കൊടുക്കാൻ അവരെ നേർച്ചയാക്കിയാൽ അത് സയ്യിദ് മദനി തങ്ങളെ ഇബാദത്ത് എടുക്കലാണ്. എന്ത് പോയത്ത മൗലൈമാര്! നിങ്ങൾ അന്ന തിന്നതാണോ അല്ല വേറെ വല്ലതാണോ തിന്നുന്നത്? നിങ്ങളെ പള്ളക്ക് എന്താ സാധനം പോകുന്നത്? മരിച്ച ബാപ്പാന്റെ പേരിൽ സദക്ക കൊടുക്കാൻ ഞാൻ നേർച്ചയാക്കി എന്ന് പറഞ്ഞാൽ അത് ബാപ്പാക്ക് ഇബാദത്താണോ മൗലൈമാരെ? ആണോ? മരിച്ച സയ്യിദ് മദനി തങ്ങളുടെ പേരിൽ ഞാൻ സദക്ക കൊടുക്കാൻ വേണ്ടി നേർച്ചയാക്കി എന്ന് പറഞ്ഞാൽ അത് സയ്യിദ് മദനി തങ്ങൾക്ക് എങ്ങനെ നേർച്ചയാകുക, ഇബാദത്താകുക? ഇത് പണ്ടൊരാള് കളിയ കൂട്ടിനാലോ, കോഴി തീട്ടം തിന്നുന്നു, മനുഷ്യൻ കോഴി തിന്നുന്നു, അപ്പൊ മനുഷ്യൻ തീട്ടം തിന്നുന്നു. ഇതൊരാൾ പണ്ട് ഒരു വഹാബി കളിയ കൂട്ടിയതാ. മനുഷ്യൻ കോഴി തിന്നുന്നു അല്ലെ, കോഴി തീട്ടം തിന്നുന്നു, അപ്പൊ മനുഷ്യൻ തീട്ടം തിന്നുന്നു എന്ന് പറഞ്ഞതുപോലെ ഈ വഹാബിമാരെ ഒരു കളിയാണ്. സദക്ക മരിച്ച ആളെ മേലെ സദക്ക കൊടുക്കുന്നത് മരിച്ച ആൾക്ക് ഇബാദത്തല്ല, അതിന്റെ പുണ്യം അവർക്ക് കിട്ടുന്നു എന്നാണ് അതിന്റെ മാന. ഇതുപോലെ മരിച്ച ബാപ്പാന്റെ പേരിലോ, മരിച്ച ഉമ്മാന്റെ പേരിലോ, മരിച്ച ഉപ്പാപ്പന്റെ പേരിലോ, മരിച്ച ഭാര്യന്റെ പേരിലോ, മരിച്ച മക്കളുടെ പേരിലോ, മരിച്ച ഉസ്താദിന്റെ പേരിലോ, മരിച്ച നാട്ടിലെ ഒരു വലിയന്റെ പേരിലോ സദക്ക ചെയ്താൽ ആ സദക്കയുടെ പുണ്യം അവർക്കാണ്, ഇബാദത്ത് അള്ളാഹ്ക്കാണ്. ആ സദക്കന്റെ കൂലി അവർക്ക് പോകുന്നു. അതാണ് അതിന്റെ മാന. ഇത് അന്നം തിന്നുന്ന ആളുകൾക്ക് മനസ്സിലാകുന്നു. അന്നല്ലാത്ത വേറെ ഏതോ സാധനം പള്ളയിലേക്ക് കടത്തുന്ന ആളുകൾക്ക് തിരിയൂല. ഇത്രയേ ഉള്ളൂ. ചോറ് തിന്നുന്ന ആളുകൾക്ക് മനസ്സിലാവും. അപ്പിന് ചോദിക്കും, മരിച്ച ബാപ്പാന്റെ പേരിൽ സദക്കയ്യ, മദനി തങ്ങളുടെ പേരിൽ എന്തിനാ സദക്ക ചെയ്യുന്നത്? അത് മഹാന്മാരെ സ്നേഹിക്കാൻ പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അൽ മർഉ മഅ മൻ അഹബ്ബ, സ്വഹീഹുൽ ബുഖാരി പഠിപ്പിച്ച ഹദീസാണ്. ഒരു മനുഷ്യൻ ആരെയാണോ സ്നേഹിക്കുന്നത് അവരെ കൂടെ സ്വർഗത്തിനുണ്ടാകും. ഞങ്ങൾ സയ്യിദ് മദനി തങ്ങൾ ഉപ്പാപ്പനെ സ്നേഹിക്കുന്നവരാണ്. സയ്യിദ് മദനി അതുപോലെ മടവൂർ ഉപ്പാപ്പനെ സ്നേഹിക്കുന്നവരാണ്. മമ്പ്രം തങ്ങൾ ഉപ്പാപ്പനെ സ്നേഹിക്കുന്നവരാണ്. അജ്മീർ ഖാജ തങ്ങളെ സ്നേഹിക്കുന്ന ആളുകളാണ്. ആ സ്നേഹത്തിന്റെ ഭാഗമായി അവരെ പേരിൽ ഞങ്ങൾ സദക്ക ചെയ്യുന്നു. ആ സദക്ക പുണ്യകർമ്മമാണ്. ആ പുണ്യകർമ്മത്തെ ഞങ്ങൾ നേർച്ചയാക്കുന്നു. ഇത്രയേ ഉള്ളൂ. ഇത് ബുദ്ധിയുള്ള ആളുകൾക്ക് തിരിയും. ഇരിക്കട്ടെ. ഇനി ഈ മൗലവി ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, എന്ത് ഗുളിക മാറിയതാണ്. അതുപോലെ ഈ മൗലവി ഒന്ന് പറയുന്നത് കേട്ടോളൂ. 16
അടിസ്ഥാനപരമായി മൊത്തത്തിൽ നേർച്ചയുമായി ബന്ധപ്പെടുത്തിയ പ്രമാണങ്ങളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ മൊത്തത്തിൽ അതിനെ നിരുത്സാഹപ്പെടുത്തിയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. എന്ത് പറഞ്ഞേ? നേർച്ചയെ പറ്റി പരിശോധിക്കുമ്പോ നേർച്ചയെ ഇസ്ലാം നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. നേർച്ചയെ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട്. എന്ന് പറയുന്നത് ഒരു ഭാഗത്ത് ഇബാദത്താണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു ഖുർആനിൽ പറയും യൂഫൂന ബിൻ നദ്ർ, ഇബാദത്താണെന്നും ഖുർആൻ അവരെ മദ്ഹ് പറയുകയും ചെയ്തിട്ടുണ്ട് എന്ന് അപ്പ തന്നെ പറയുന്നു. ഇയാൾക്ക് ഈ ഗുളിക മാറിയതാണോ അല്ല കഴിക്കാത്തതാണോ? നിങ്ങൾ ആലോചിച്ചു. നിരുത്സാഹപ്പെടുത്തി ഇബാദത്തിനെ നിരുത്സാഹപ്പെടുത്തുവോ? ഖുർആൻ പ്രശംസിച്ച ഒരു കാര്യം നിരുത്സാഹപ്പെടുത്തല. ഒന്നും കൂടി ആദ്യം കേൾപ്പിക്കുന്നെ. അതെ, നേർച്ചയുമായി ബന്ധപ്പെടുത്തിയ പ്രമാണങ്ങളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ മൊത്തത്തിൽ അതിനെ നിരുത്സാഹപ്പെടുത്തിയതായിട്ടാണ് കാണാൻ സാധിക്കുക. നേർച്ച എന്ന് പറയുന്നത് ഒരു ഭാഗത്ത് ഇബാദത്താണെന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. നേർച്ച നല്ല ഇബാദത്താണ് പോലും ഇസ്ലാം നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ട് പോലും. ഇബാദത്തിനെ നിരുത്സാഹപ്പെടുത്തുവോ മൗലവി? ഏത് ഗുളികയാ കഴിച്ചത്? ഏത് ഗുളിക കഴിച്ചത്? ഇസ്ലാം നിരുത്സാഹപ്പെടുത്തിയതാണെങ്കിൽ അത് ഇബാദത്താവോ? അടുത്ത പറ. നേർച്ച പൂർത്തീകരിക്കുന്നവരാണ് അവർ എന്ന് മുഅ്മിനീങ്ങളുടെ വിശേഷണങ്ങൾ പഠിപ്പിക്കുന്നിടത്ത് പ്രമാണങ്ങളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. നേർച്ചയെ പൂർത്തിയാക്കുന്നതാണെന്ന് മുഅ്മിനീങ്ങളെ പ്രശംസ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. പ്രശംസിക്കുന്ന കാര്യം അത് നിരുത്സാഹപ്പെടുത്തിയതാണ്. കാര്യത്തെ പുകഴ്ത്തി കഴിഞ്ഞാൽ അത് ഇബാദത്താണ് എന്ന് നമ്മൾ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ മനസ്സിലാക്കാം. പുകഴ്ത്തി കഴിഞ്ഞാൽ അത് ഇബാദത്താണെന്ന് തെളിവിന്റെ അടിസ്ഥാനത്തിൽ സ്ഥിരപ്പെട്ടിട്ടുണ്ട്. അല്ല, നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഈ മൗലവി ഗുളിക കഴിച്ചതാണോ കഴിക്കാത്തതാണോ മാറിയതാണോ? നിരുത്സാഹപ്പെടുത്തിയത് യൂഫൂന ബിൻ നദ്രി, അവർ നേർച്ചയെ പൂർത്തിയാക്കുന്നവരാണ് എന്ന് മുഅ്മിനീങ്ങളെ പ്രശംസ ഖുർആൻ പറയുന്നു എന്ന് ഇതേ മൗലവി പറയുന്നു. അതേ മൗലവി പറയുന്നു നിരുത്സാഹപ്പെടുത്തിയതാണ്. ഞാൻ വെറുതെ പറഞ്ഞത് തെറ്റുണ്ടോ? ഇയാളെ ഗുളിക മാറിയതാണ്. അത് പൂർത്തീകരിക്കലും വീട്ടലും ഇബാദത്താണ് എന്നത് ഒരു അടിസ്ഥാനമായി നമ്മൾ മനസ്സിലാക്കണം. അതേ സമയത്ത് തന്നെ നേർച്ചയുടെ പൊതു പ്രമാണങ്ങളുടെ ഒരു വചനങ്ങളൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ നേർച്ചയെ ഒരിക്കലും ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. വീണ്ടും പിന്നെ പറയാം, നേർച്ചയെ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ട് പോലും. ആദ്യം പറയാ ഇബാദത്താണ്, യൂഫൂന പിന്നെ ആയത്ത് ഓതുന്നു, എന്നിട്ട് പറയുന്നു നിരുത്സാഹപ്പെടുത്തിയിരിക്കുന്നു. മൗലവി എവിടുന്ന് എണീച്ചു വന്നതാ? എവിടുന്ന് വന്നതാ? നീ തെളിവായിക്കാണ് ഞാൻ പറഞ്ഞുതരാൻ. എനിക്ക് അതിന് മൗലവിമാരെ അടുത്ത് പഠിച്ചെങ്കിൽ തിരിയൂല. അതിന് ഉസ്താദുമാരെ മുന്നിൽ വന്നിട്ട് മുട്ടുകുത്തി ഇരുന്ന് പഠിക്കണം, അപ്പോഴേ തിരിയുള്ളൂ. മൗലവി അതിന് പഠിക്കിനി. നേർച്ച രണ്ട് വിധമുണ്ട്, നദ്റുൽ ലജാജ്, നദ്റു തബറുർ. ഇങ്ങനെ രണ്ട് വിധം നേർച്ചയുണ്ട്. രണ്ട് വിധം നേർച്ചയുണ്ട്. അള്ളാന്റെ റസൂൽ നിരുത്സാഹപ്പെടുത്തിയത് നദ്റു തബറുർ അല്ല, നദ്റുൽ ലജാജ് ആണ്. നദ്റുൽ ലജാജ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യം, വെറുക്കപ്പെട്ട കാര്യം ചെയ്താൽ ഞാൻ ഇന്നത് ചെയ്യും എന്ന് പറയുന്ന നേർച്ചയുണ്ട്. അതിനെയാണ് നിരുത്സാഹപ്പെടുത്തിയത്. ഉദാഹരണത്തിന് ഒരാൾക്ക് വീട്ടിൽ പോകാൻ മനസ്സില്ല, അപ്പൊ അയാൾ പറയാ ഇഷ്ടമില്ലാത്ത കാര്യമാണ്, ഞാൻ എന്റെ വീട്ടിലേക്ക് പോയാൽ ഇന്നത് എന്റെ മേലെ ഉണ്ട് നിർബന്ധമാണ് എന്ന് പറയാ. ഇഷ്ടമില്ലാത്ത ഒരു കാര്യം, ഉദാഹരണത്തിന് അയാൾക്ക് ചായ കുടിക്കാൻ ഇഷ്ടമില്ല, അപ്പൊ അയാൾ പറയാ ഞാൻ ചായ കുടിച്ചാൽ ഇന്നത് ചെയ്യും, ഇന്നത് കൊടുക്കും എന്ന് എന്താക്കാ നേർച്ചയാക്കുക. അതിനാണ് നദ്റുൽ ലജാജ്. അതാണ് നിരുത്സാഹപ്പെടുത്തപ്പെട്ട നേർച്ച. നദ്റു തബറുർ അതല്ല. ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ, ഉദാഹരണത്തിന്റെ രോഗം മാറിയാൽ ഞാൻ ഇന്നത് കൊടുക്കും, എന്റെ ഇന്ന കാര്യങ്ങൾ പൂർത്തിയായാൽ ഞാൻ ഇന്നത് ചെയ്യും, ഈ നിലയ്ക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ അത് പൂർത്തീകരണത്തിന്റെ മേലെയാക്കുന്ന നേർച്ചക്കാണ് നദ്റു തബറുർ എന്ന് പറയുന്നത്. അത് വിരോധിക്കപ്പെടുകയോ നിരുത്സാഹപ്പെടുത്തപ്പെടുകയോ ചെയ്യപ്പെട്ട നേർച്ച അല്ല. ഇത് പഠിക്കുമോ മൗലവി? എന്തെങ്കിലും വന്നിട്ട് വിവരക്കേട് പറയണ്ട, പൊട്ടത്തരം ഇവിടെ പറയണ്ട. അങ്ങനെ പറഞ്ഞാൽ ജനങ്ങൾ ചോദിക്കും, ഇവിടെ ചോദിച്ചതുപോലെ ഗുളിക മാറിയതാണോ? മനസ്സിലായില്ലേ? ഇനി അടുത്ത് ആണ്ട് ഇബാദത്ത്, നേർച്ച ഇബാദത്താണ്. മൊത്തത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ നേർച്ച എന്ന് പറയുന്ന ഒരു ഇബാദത്താണ്. ആ ഇബാദത്ത് അല്ലാത്തവർക്ക് നൽകിയാൽ അത് ശിർക്കാണ്. അപ്പൊ എന്താ ശിർക്ക് എന്ന് പറഞ്ഞാൽ? നേർച്ച ഇബാദത്താണ്, അല്ലാത്തവർക്ക് ഇബാദത്തെ അത് ശിർക്കാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മനുഷ്യൻ കോഴി തിന്നും, കോഴി കാഷ്ടം തിന്നും, അപ്പൊ മനുഷ്യൻ കാഷ്ടം തിന്നും. ഇതാണ് വഹാബിന്റെ കളിയ. മനുഷ്യൻ കോഴി തിന്നും, കോഴി തീട്ടം തിന്നും, മനുഷ്യൻ തീട്ടം തിന്നു. ഈ കണ്ടുപിടുത്താണ് മൗലവിന്റെ കണ്ടുപിടുത്തം. നേർച്ച ഇബാദത്താണ്,
അപ്പോ നേർച്ച ചെയ്താൽ അത് ഇബാദത്താണ്, ശിർക്കാണ്. പോയത്ത അത് നേർച്ച ഇബാദത്ത്. മനുഷ്യൻ നേർച്ചയാക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്കാണ് നേർച്ചയാക്കുക. വലിയന്റെ പേരിൽ സദക്ക കൊടുക്കലാണ്. ഉപ്പാന്റെ പേരിൽ സദക്ക കൊടുക്കുന്നത് പോലെ, മരിച്ച ആളെ പേരിൽ സദക്ക കൊടുക്കുന്നത് പോലെ വലിയന്റെ പേരിൽ സദക്ക കൊടുക്കുക. സദക്ക മനുഷ്യനിക്കല്ലാതെ പിന്നെ മനുഷ്യന്റെ പേരിലല്ലാതെ ആരെ പേരില പിന്നെ കൊടുക്കുക? ഏതെങ്കിലും ഒരു മനുഷ്യന്റെ പേരിൽ കൊടുക്കും. ബാപ്പാന്റെ പേരിലോ ഉമ്മാന്റെ പേരിലോ ഭാര്യന്റെ പേരിലോ മരിച്ച ഒലിയുടെ പേരിലോ ആരെങ്കിലും ഒരു പേരിൽ ആരിക്കാ സദക്ക കൊടുക്ക? ഏതെങ്കിലും ഒരു മനുഷ്യനിക്ക്. ആ സദക്ക കൊടുത്തതിന്റെ കൂലി ആരിക്കാ? അത് ഈ മനുഷ്യനിക്ക്, ഈ ഉദ്ദേശിച്ച മനുഷ്യനിക്ക്. നേർച്ചയാക്കുന്നത് ഏതിനെയാണ്? ഈ സദക്ക കൊടുക്കലിനെയാ നേർച്ചയാക്കുക. ഇപ്പൊ ഞാൻ ഒരാൾക്ക്, നാട്ടിലെ ഒരു പാവപ്പെട്ട ഒരു അബ്ദുള്ള മുക്രിക്കാന്നുണ്ടെന്ന് വെച്ചോളി. അബ്ദുള്ള മുക്രിക്ക് ഞാൻ 1000 രൂപ കൊടുക്കാൻ വേണ്ടി നേർച്ചയാക്കി എന്ന് പറഞ്ഞാൽ അബ്ദുള്ള മുക്രിക്ക് ഞാൻ ഇബാദത്തെടുത്തു അതിന്റെ വേന ആണോ? സുഫാക്കളെ, എവിടുന്നാ നിങ്ങൾ വരുന്നത്? അബ്ദുള്ള മുക്രിക്ക് ഞാൻ 1000 രൂപ കൊടുക്കാൻ നേർച്ചയാക്കി എന്ന് പറഞ്ഞാൽ ഞാൻ അബ്ദുള്ള മുക്രിക്ക് ഇബാദത്തെടുത്തു എന്നാണോ? ആണോ? വിവരക്കേടിന്റെ കട്ടകൾ വന്നിട്ട് പറയരുത് ഇനി. സദക്ക മനുഷ്യർക്ക് കൊടുക്കുമ്പോ ഞാൻ ചോദിക്കട്ടെ, സദക്ക ഇബാദത്തല്ലേ? ആണോ അല്ലേ? അല്ലേ? സദക്ക ഇബാദത്താണോ അല്ലേ? അപ്പോ നാട്ടിലെ ഒരു മമ്മദാക്കക്ക് സദക്ക കൊടുക്കൽ, മമ്മദാക്ക ഇബാദത്ത് എടുക്കല ആണോ? സദക്ക ഇബാദത്താണ്. അപ്പൊ മമ്മദാക്കക്ക് സദക്ക കൊടുക്കലോ അത് ഇബാദത്താണ്, മമ്മദാക്കക്ക് അത് ശിർക്കാണ്. തീർന്നല്ലോ, കഥ തീർന്നു. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ മനുഷ്യൻ കോഴീനെ തിന്നും, കോഴി തീട്ടം തിന്നും, മനുഷ്യൻ തീട്ടം തിന്നു. ഇതാണ് വഹാബി കളിയെ പിടിച്ചത്. സദക്ക ഇബാദത്താണ്. അപ്പൊ മമ്മദാക്കക്ക് സദക്ക എടുക്കലോ അത് മമ്മദാക്കക്ക് ഇബാദത്ത് എടുക്കലാണ്, അത് ശിർക്കാണ്. ഈ നിലക്കുള്ള വിവരക്കേട് ആ കേരളത്തിൽ നിന്ന് ഇവിടത്തേക്ക് വന്നിട്ട് വിളമ്പണോ മൗലവിമാരെ? എന്ത് പോയത്തമാണ് പറയുന്നത്? ഇനി അതിനേക്കാളും വലിയ പോയത്തം പറയുന്നത് കേട്ടോളൂ. ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, ഇവർക്ക് ഗുളിക മാറിയതാണെന്ന്. ആണ്ട് നേർച്ചനെ പറ്റുമെന്ന് പറയുന്നത് കേട്ടോളൂ. 18. അതേ സമയത്ത് നമുക്ക് ഇവിടെ സമസ്ത വിഭാഗം മൊത്തത്തിൽ പരിചയപ്പെടുത്തുന്ന നേർച്ച എന്താണെന്ന് നോക്കാം. ഇത് എന്റെ കയ്യിലുള്ള റിസാല പതിപ്പാണ്, ഇസ്ലാമിക പതിപ്പ് എന്ന് പറഞ്ഞതാണ്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്ക് അഭിമുഖം നൽകിയിട്ടുള്ള ഒരു പതിപ്പ്. അതിൽ ആണ്ടു നേർച്ച എന്ന വിഷയത്തെ MP മുഹമ്മദ് ഫൈസൽ അഹ്സനി കൊടുക്കുന്ന നിർവചനം. ഈ നിർവചനം എന്തിനാ വായിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നേർച്ചയുടെ വിശദമായ വിവരങ്ങൾ പറഞ്ഞല്ലോ, ഇതുമായിട്ട് ഇതിന് എന്ത് ബന്ധമാണെന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. ശ്രദ്ധിക്കുക, എന്താണ് നേർച്ചയുടെ നിർവചനം കൊടുത്തത്? മഹാന്മാരുടെ കബറുകളുമായി ബന്ധപ്പെട്ടോ അല്ലാതെയോ അവരുടെ നിര്യാണത്തോടനുബന്ധിച്ച് കൊല്ലം തോറും നടന്നു വരുന്ന അനുസ്മരണ ചടങ്ങുകൾക്കാണ് ആണ്ടു നേർച്ച എന്ന് മുസ്ലിമീങ്ങൾ പറയുന്നത്. ഒന്നും കൂടി ശ്രദ്ധിക്കുക, മഹാന്മാരുടെ കൊല്ലം തോറും നടന്നു വരുന്ന അനുസ്മരണ ചടങ്ങുകൾക്കാണ് നേർച്ച എന്ന് പറയുന്നത്. പകുതി കക്കണ്ട, ആണ്ട് നേർച്ചയാണത്. ആണ്ട് നേർച്ച ഒന്നും കൂടി ഫസ്റ്റ് കേൾപ്പിക്കുക. നമുക്ക് ഇവിടെ സമസ്ത വിഭാഗം മൊത്തത്തിൽ പരിചയപ്പെടുത്തുന്ന നേർച്ച എന്താണെന്ന് നോക്കാം. എന്താണ് പറയുന്നത്? സമസ്ത വിഭാഗക്കാര് പരിചയപ്പെടുത്തുന്ന നേർച്ച എന്താണ് എന്നാ പറയുന്നത്. എന്നിട്ട് വായിക്കുന്നത് എന്താണ്? ആണ്ട് നേർച്ചയാണ്. ഇസ്ലാമിക പതിപ്പ് എന്ന് പറഞ്ഞതാണ്. കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്ക് അഭിമുഖം നൽകിയിട്ടുള്ള ഒരു പതിപ്പ്. അതിൽ ആണ്ടു നേർച്ച എന്ന വിഷയത്തെ അല്ല മൗലവി, നിങ്ങൾ പറഞ്ഞ നേർച്ചനെ പറ്റിയല്ലേ? ആണ്ട് നേർച്ച എങ്ങനെ എവിടെ വന്നു? അല്ല, നേർച്ചനെ പറ്റി പറയുമ്പോ ആണ്ട് നേർച്ച എങ്ങനെ വന്നു? അത് വേറെ ചങ്ങായി, നേർച്ച വേറെ, ആണ്ട് നേർച്ച വേറെ. ഇത് പണ്ടൊരാള് മുട്ടിന് അറബി ഉണ്ടാക്കിയല്ലോ. എന്ത് ബുദ്ധിമുട്ടിന് എങ്ങനെ അറബിയിൽ ഉണ്ടാക്കുക? ബുദ്ധിമുട്ടിന്, ബുദ്ധി എന്ന് പറഞ്ഞാൽ അക്കലാണ്, മുട്ട് എന്ന് പറഞ്ഞാൽ റുക്കുബത്താണ്. അപ്പൊ ബുദ്ധിമുട്ടിന് അക്കൽ റുക്കുബത്താണ് എന്ന് പറഞ്ഞ മാതിരി. ഒരാൾ അറബിയിൽ ബുദ്ധിമുട്ടിനെ അറബി ഉണ്ടാക്കി. മുട്ടുണ്ടല്ലോ, കാലിന്റെ മുട്ട്. അപ്പൊ അതിന് അറബിയിൽ ഒരു വേർഡ് ഉണ്ടാക്കണം. അപ്പൊ അയാൾ ചിന്തിച്ചു, ബുദ്ധി മുട്ട്, ബുദ്ധി പ്ലസ് മുട്ട്. ബുദ്ധി എന്ന് പറഞ്ഞാൽ അക്കലാണ്, മുട്ടിന് റുക്കുബത്താണ്. അപ്പൊ ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞാൽ അക്കൽ റുക്കുബത്ത് എന്ന് പറഞ്ഞ മാതിരി. അല്ല മൗലവി, എന്താണ് അതിന് തമ്മിൽ എന്താ ബന്ധം? നേർച്ചന്റെ നിർവചനം പറയാൻ വേണ്ടിയിട്ട് ഇയാൾ കൊണ്ടുവരുന്നത് ആണ്ട് നേർച്ചയാണ്. സഫീഹേ, ആണ്ട് നേർച്ച എന്നറിയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ നാടൻ പ്രയോഗമാണ്. ബാപ്പാന്റെ ആണ്ട് നടത്തുന്ന എനിക്ക് ആണ്ട് നേർച്ച എന്ന് പറയും. ഈ നമ്മുടെ നാടൻ ഭാഷയിൽ വീട്ടിൽ നടത്തുന്ന മൗലിദിനും റാത്തീബിനും മറ്റ് ദീനിയായ പരിപാടികൾക്ക് നാടൻ ഭാഷയിൽ നേർച്ച എന്ന് പറയും. അതിനാണ് ആണ്ടിൽ ഒരു പ്രാവശ്യം നടത്തുന്ന ഒരു പരിപാടി എന്ന അർത്ഥത്തിലാണ്. അതും ഈ നേർച്ച തമ്മിൽ എന്താ ബന്ധോ? എന്നിട്ട് വലിയ കാര്യമായിട്ട് ബുക്ക് കൊണ്ടുവന്നിട്ട് വായിക്കുക. ആണ്ട് നേർച്ച, നേർച്ചക്ക് ആണ്ട് നേർച്ചയുടെ ഭാരത്ത് വായിക്കുക. ഗുളിക മാറിയതല്ലേ ചങ്ങായിക്ക്? ഞാൻ വെറുതെ ആണോ പറയുന്നത് ഗുളിക മാറി? ഒന്നും കൂടി കേൾപ്പിക്കും.
എന്തിനാ വായിക്കണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നേർച്ചയുടെ വിശദമായ അത് വായിക്കുന്നത് നിന്റെ സഫാത്ത് ജനങ്ങൾക്ക് ലോകത്ത് വിളിച്ചോതാൻ വേണ്ടി, വേറെ ഒന്നുമല്ല. ഇതിന് എന്ത് ബന്ധാണെന്ന് ചിന്തിക്കാൻ വേണ്ടി. ആ ബന്ധം എന്താണ്? ബന്ധം നിനക്കെന്നില്ല, പിന്നെ അന്തയില്ല, പിന്നല്ലേ ബന്ധം. നേർച്ചയുടെ നിർവചനം കൊടുത്തത് മഹാന്മാരുടെ കബറുകളുമായി ബന്ധപ്പെട്ടോ അല്ലാതെയോ അവരുടെ നിര്യാണത്തോടനുബന്ധിച്ച് കൊല്ലം തോറും നടന്നു വരുന്ന അനുസ്മരണ ചടങ്ങുകൾക്കാണ് ആണ്ടു നേർച്ച എന്ന് മുസ്ലിമീങ്ങൾ പറയുന്നത്. ഒന്നും കൂടി ശ്രദ്ധിക്കാം. നിന്റെ പോയത്തെ ജനങ്ങൾക്ക് തിരിയട്ടോ. അവരുടെ നിര്യാണവുമായി ബന്ധപ്പെടുത്തി കൊല്ലം തോറും നടന്നു വരുന്ന അനുസ്മരണ ചടങ്ങുകൾക്കാണ് നേർച്ച എന്ന് പറയുന്നത്. ഇനി ആലോചിച്ച് നോക്കി, ഇസ്ലാമികപരമായിട്ട് ആലോചിക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് അതാണ്. ഗുളിക മാറിയതാണോ അല്ല കുടിക്കാത്തതാണോ, അത്രേ ഉള്ളൂ ഞങ്ങൾ ആലോചിച്ച് കിട്ടിയത്. വേറൊന്നും ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഇനി അടുത്ത് ഇയാള് വല്ലാത്തൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. പേരോട് ഉസ്താദിന്റെ ക്ലിപ്പ് വെച്ചിട്ട് പേരോട് ഉസ്താദ് എവിടെയോ ഉറൂസിൽ നടക്കുന്ന അനാചാരങ്ങൾക്കെതിരെ പ്രസംഗിച്ചിട്ട് ആ പറഞ്ഞ കാര്യങ്ങൾ എടുത്തുദ്ധരിച്ചിട്ട് ഇയാൾ പറയുന്നത് വലിയൊരു ആനക്കുതിരായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ശരി, ഇവിടെ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്ന പല മക്ബറുകളേക്ക് ഒന്ന് പോയോക്കിങ്ങൾ. ഈ പേരോട് ഉസ്താദ് പറഞ്ഞ പല അനാചാരങ്ങളിൽ ഏത് അനാചാരമാണ് നീക്കപ്പെട്ടിട്ടുള്ളത്? ഉള്ളാൾ തർഗയുടെ നേർച്ചയുമായി ബന്ധപ്പെട്ട വിഷയം മാത്രം എടുത്തോക്കിങ്ങൾ. പേരോട് ഉസ്താദ് AP വിഭാഗത്തിന്റെ അഭിമുഖീകരിച്ചുകൊണ്ട് ഈ വാർഡിൽ ഇന്ന അനാചാരങ്ങൾ ഉണ്ട്, അതൊക്കെ എതിർക്കപ്പെടേണ്ടതാണ്, ഞാൻ എതിർത്തിട്ടുണ്ടെന്ന് പറയാം. എങ്കിൽ എത്ര അനാചാരങ്ങൾ ഈ പറയപ്പെടുന്ന വിഷയത്തിൽ എതിർക്കപ്പെട്ടിട്ടുണ്ട്? കബറുകളുടെ മുമ്പിൽ പോയി സുജൂദ് ചെയ്യണേ, അതിന് എതിർത്തുന്ന പേരോട് ഉസ്താദ് പറയുന്നത്. മ്യൂസിക്കും കെട്ടും പാട്ടും എതിർക്കണമെന്നാണ് പേരോട് ഉസ്താദ് പറയുന്നത്. ശരി, ഓരോ നേർച്ച എടുത്തോക്കി. ഇപ്പൊ നേരത്തെ കാണിച്ച ഒരു ആമുഖത്ത് കാണിച്ച വീഡിയോന്റെ ആ ഒരു വീഡിയോ ആലോചിച്ച് നോക്കിങ്ങൾ. അത് ആനയുടെ മേലിൽ നിന്നുള്ള പലതരത്തിലുള്ളത്, അതുപോലെ തന്നെ കെട്ടുകൾ, പാട്ടുകൾ, സ്ത്രീ പുരുഷ ഒരു കൂടിക്കലരുകൾ, ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് അനാചാരങ്ങൾ ഒരു ഭാഗത്ത് ഇവരോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഇന്ന അനാചാരങ്ങൾ വിഷയത്തിൽ നിലപാടെന്ന് ചോദിച്ചാൽ എതിർക്കുകയും അതേ സമയത്ത് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ വിശദീകരിക്കാൻ പറഞ്ഞാൽ വിശദീകരിക്കാതെ എല്ലാ ഇത്തരം തോന്നിവാസങ്ങൾ കൊടിപിടിക്കുന്ന രീതിയാണ് പൊതുവെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇവർ ആണ്ട് നേർച്ച എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നാട്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏത് അനാചാരാണ് നിന്നത് എന്ന് അയാൾ ചോദിക്കുന്ന കാര്യമായിട്ട് ഈ പ്രസംഗിച്ചിട്ട് നിങ്ങൾ ഏത് അനാചാരാണ് നിർത്തിയത്? നിങ്ങൾ ഇപ്പോഴും മുറൂസ് നടത്തുന്നുണ്ടല്ലോ, അനാചാരങ്ങളുണ്ടല്ലോ. ഇരിക്കട്ടെ, നമ്മളെ കാര്യം ഇരിക്കട്ടെ, നിങ്ങളെ കാര്യം എടുക്ക. നിങ്ങളിപ്പോ ജുമാക്ക് മലയാളത്തിൽ പ്രസംഗിക്കുന്നവരാണല്ലോ അല്ലേ? ഖുതുബനെ ഒഴിവാക്കിയിട്ട് നിങ്ങൾ ഒരു പ്രസംഗം നടത്തുന്നുണ്ടല്ലോ, മഹാജന ബന്ധുളെ ദേവരിക സൊൽമേളു എന്ന് പറഞ്ഞിട്ട് മിമ്പറിന്റെ മീത്തെ കയറിയിട്ട് അല്ലേ? ഖുതുബനെ ഒരു മിമ്പറിൽ വെള്ളിയാഴ്ച കയറിയിട്ട് അസ്സലാമു അലൈക്കും മഹാജന ബന്ധുലേ ദേവരിക സൊൽമേളു. ഈ നിലക്ക് പ്രസംഗിക്കുന്ന നിങ്ങൾ വെള്ളിയാഴ്ച പ്രസംഗിച്ചിട്ട് ഞങ്ങളൊക്കെ നാടകം ഒട്ടാകെ നന്നാക്കിയിട്ടുണ്ട്. സുന്നികളോ മിമ്പറങ്കാലും ഞങ്ങൾക്ക് വിട്ടു തന്നാൽ കേരളം മുഴുവനും ഫതഹാക്കുമെന്ന് പറഞ്ഞ ഒരു ജിന്ന് ശൈത്താനുള്ള ആളാണ് നിങ്ങൾ അല്ലേ? ഇത്രമാത്രം പ്രസംഗിച്ചിട്ട് നിങ്ങൾ അനാചാരം എവിടെ പോയി നിന്നോ? അതെ, കുറച്ച് അനാചാരം കാണിച്ചു തരാം. നിങ്ങൾ സുന്നികളെ ഉറൂസിൽ അനാചാരം നടക്കുന്നു പറഞ്ഞ് നിങ്ങൾ അനാചാരം ഒന്ന് കണ്ടോ? നിങ്ങൾ വെള്ളിയാഴ്ച പോലും മലയാളത്തിൽ പ്രസംഗിച്ചിട്ട് എന്താ ആയത്? 44 കണ്ട ദാദന്മാരെ ദീദിമാരെ എല്ലൊക്കെ ഈ താത്തന്മാരൊക്കെ കാണുന്നുണ്ടോ? വഹാബികളെ സമ്മേളനാണ്. ഉണ്ട് 45 56 KB. കണ്ട ഇത്താത്തന്മാരൊക്കെ കൂടിയിട്ട് എന്താ രസമല്ലേ? ആണും പെണ്ണും ഒന്നിച്ചിട്ട് ഉറൂസിൽ ഇപ്പൊ നമ്മൾ ആണും പെണ്ണും ഒക്കെ ഇടകലർന്നു എന്ന് പറഞ്ഞിട്ട് എന്ത് അനാചാരാ നിന്നത് ചോദിക്കാണ്. ഇതിപ്പോ ഞങ്ങളെ സ്വർഗത്തുനിന്ന് വന്ന കൂട്ടരുടെ സമ്മേളന വെള്ളിയാഴ്ച പോലും മിമ്പറിൽ കയറ്റി മഹാജന ബന്ധുൽ എന്ന് പ്രസംഗിക്കുന്നവരുടെ കോല ഇത്. ഇനിയുണ്ട് കേൾപ്പിക്കാൻ കാണിക്കാൻ സമയമില്ല. സമയം 10:15 സമയം കഴിഞ്ഞു. ഞാൻ നിർത്തുകയാണ്. ധാരാളം ഉണ്ട്. ഇൻഷാ അല്ലാഹ് ഞാൻ ഇവിടെ നിർത്തൂല കേട്ടോ. ഇൻഷാ അല്ലാഹ് MED നിങ്ങൾക്ക് മറുപടി പറയും, എല്ലാം മാന്തും. ഇൻഷാ അല്ലാഹ് നിങ്ങൾ അടിപേര് ഞാൻ മാന്തും, ഉറപ്പാണ്. ഇൻഷാ അല്ലാഹ്. ഇനി ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഗുളിക മാറിയതാണോ അല്ലേ? ഇത് ഒരു മൗലവി പറയുന്നു ഇസ്തിഗാസനെ എതിർത്തത് നമ്മൾ പറയും ഇബ്നു തൈമിയാണ്, നമ്മളല്ല, ഇമാം സുബുക്കിയാണ് പറഞ്ഞത്. ഷിഫാഉസ് സഖാമിൽ ലോകത്ത് ആദ്യമായി ഔലിയാക്കളോട് നടത്തുന്ന ഇസ്തിഗാസ അത് തെറ്റാണ് ലോകത്ത് പറഞ്ഞത് ഇബ്നു തൈമിയാണ്. ഇത് പറഞ്ഞത് ഞങ്ങളല്ല, ഇമാം സുബുക്കി ഷിഫാഉസ് സഖാമിലാണ്.
അപ്പോ അതിനെപ്പറ്റി നമ്മളെ ഫൈസൽ മൗലവി പറയുന്നു ഇബ്നു തൈമിയ അല്ല. 21 പൊതുവെ നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു തെറ്റിദ്ധാരണയാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ളയാണ് ആദ്യമായി ഇസ്തിഗാസക്കെതിരെ സംസാരിച്ചത് എന്ന മട്ടിൽ പൊതുവെ ഉസ്താദുമാർ നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിക്കാറുണ്ട്. ഇത് ശരിയല്ല എന്നാണ് ബഹുമാനായ മൂസ സ്വലാഹി ഇവിടെ വിശദീകരിച്ചത്. അപ്പോ ആദ്യമായി എതിർത്തത് ഇബ്നു തൈമിയാന്ന് സുന്നികള് പറയുന്നു. അത് ശരിയല്ല, ഇബ്നു തൈമിയല്ല, അതിനേക്കാൾ മുമ്പുള്ള ഇമാമിയങ്ങളൊക്കെ എതിർത്തിട്ടുണ്ട്. പച്ചക്കളവാണ്, ഇരിക്കട്ടെ. ഏതിരുന്നാലും അയാൾ ഒരു കളവ് പറഞ്ഞു. എന്നിട്ട് അതേ സ്റ്റേജിൽ വേറൊരു മൗലവി അയാൾ പറയുന്നത് ആദ്യം എതിർത്തത് ഇബ്നു തൈമിയ തന്നെയാണ്. അതേ സ്റ്റേജിൽ ബന്ധപ്പെട്ടാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ളയുടെ കാലഘട്ടം മുതലാണല്ലോ ഇസ്തിഗാസയെ എതിർത്ത് വരുന്നത്. അതാ ഇബ്നു തൈമിയുടെ കാലം മുതൽക്കാണല്ലോ ഇസ്തിഗാസയെ എതിർത്ത് വരുന്നത്. അതേ സ്റ്റേജിൽ ഇയാളെ കൂടെ മറുപടി പറയുന്ന മറ്റേ മൗലവി പറയും ഗുളിക മാറിയതാണോ കുടിക്കാത്താണോ. ഒരേ സ്റ്റേജിൽ ഒരു മൗലവി പറയുന്നു ഇബ്നു തൈമിയ അല്ല, മറ്റൊരു മൗലവി പറഞ്ഞു ഇബ്നു തൈമിയുടെ കാലം മുതൽക്കാണ് ഇത് എതിർക്ക് തുടങ്ങിയത്.